ഇന്ന രീതിയിലേ ജീവിക്കാവൂ എന്നോ നിയമനിബന്ധനയോട് കൂടിയിട്ടുള്ള ചട്ടക്കൂടുള്ള ഒരു സംസ്കാരമല്ല നമ്മുടെ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭാരതത്തിൽ. മറിച്ച് ചില ധാർമ്മികമായിട്ടുള്ള അച്ചടക്കത്തിന്, കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നമ്മൾ ഒഴിവാക്കിക്കളയും. അതിലാണ് നമ്മളെ ഉണർവ് വരുന്നത്. ശരിക്കും ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ ദേഹശുദ്ധി, കുളി വരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ നടക്കണം. വീടും പരിസരവും ശുചിയാക്കി കുളിയും കഴിഞ്ഞ് ഒരു പൂജാമുറിയോ അല്ലെങ്കിൽ ഒരു വിളക്ക് വെക്കുന്ന സ്ഥലമോ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ നമുക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന് വിചാരിക്കാം, ആയിക്കോട്ടെ, സ്വതന്ത്രമാണ്, സ്വാതന്ത്ര്യമാണ്, വിളക്കൊന്നും കത്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലടാ എന്ന് പറയാം. നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നൊന്ന് ധ്യാനിക്കുക, ഒരു മെഡിറ്റേഷൻ. പോസ്റ്റ് മോഡേൺ സൈക്കോളജി പറയുന്നു, നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ ഏറ്റവും എളുപ്പമായ വിദ്യ ഒരു ധ്യാനമാണ്, മെഡിറ്റേഷനാണ്. ഇന്ന് ലോകം മുഴുവൻ യോഗ ആചരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുകൾ യോഗ ചെയ്യുന്നുണ്ടാവും? യോഗ ആചാര്യന്മാരുണ്ടോ? ഞാൻ പറയാ, കുടുംബ യോഗങ്ങളൊക്കെ കൂടുമ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പൂജയ്ക്ക് വേണ്ടി മാത്രമല്ല, വാർഷിക ഉത്സവത്തിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വീടുകളിൽ വിളിച്ചു കൂട്ടിയിട്ട് യോഗ പരിശീലനങ്ങൾ. താല്പര്യമുള്ളവർ വരട്ടെ. ചിലപ്പോൾ ഇത്രയും ആളുകൾ വന്നോണമെന്നില്ല, 10-25 പേര് വരുന്നു. ശരി, ആ 25 പേര് യോഗ പഠിക്കട്ടെ. ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കാം. പിന്നെ മദ്യവും മയക്കുമരുന്നും ഒഴുകിക്കൊണ്ടിരിക്കുക നമ്മുടെ സമൂഹത്തിലൊക്കെ. നമ്മുടെ വീടിന്റെ വാതിക്കൽ വന്നിട്ട് മുട്ടുന്നുണ്ട് MDMA വേണം ചോദിച്ചിട്ട്. 5 കൊല്ലം കൊണ്ട് എല്ല് വരെ ദ്രവിച്ചു പോകും, വെള്ളമായി മാറും, കൂടുതൽ പിടിച്ചു പോകും. ആ സാധനം കെമിക്കലാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിലുണ്ടെങ്കിൽ അറിയാം, അവരോട് ചോദിച്ചു നോക്കും. അതിന്റെ നിറം പോലും ഒരു വെള്ളയോ മഞ്ഞയോ ഒക്കെ കലർന്ന തരത്തിൽ നിന്നല്ലാതെ അതിന്റെ ഡീറ്റെയിൽസ് പലർക്കും അറിഞ്ഞുകൂടാ. അവിടെയാണ് ഇന്ന് 10 വയസ്സ് പോലും ഇല്ലാത്ത കുട്ടികൾ എത്തിപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ 2 കുട്ടികളേ ഉള്ളൂ, നടന്നു പോരുത്. അവർ 3 വയസ്സോ 4 വയസ്സോ 5 വയസ്സോ ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കണം. 10, 16, 18 വയസ്സ് കഴിഞ്ഞാൽ അവർ സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ പഠിക്കുകയും ചെയ്യണം. രണ്ടും വേണം. പട്ടം പറപ്പിക്കുന്നത് പോലെയാണ്. പട്ടം പറപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? എന്താകണമെന്നും ഇണ്ടാത്ത പട്ടം പറപ്പിച്ചിട്ടില്ല. എങ്ങനെ പട്ടം പറപ്പിക്കുക? നൂല് നമ്മളെ കയ്യിലെടുത്താ, ചരട് നമ്മളെ കയ്യിലെടുത്താണല്ലോ. കൈ പിടിച്ച ചരട് കൊണ്ട് അതിനെ പതുക്കെ പതുക്കെ ചൊട്ടി ചൊട്ടി കാറ്റിന്റെ ഗതിക്കനുസരിച്ച് തട്ടി തട്ടി ഉയർത്തി വിടുക ചെയ്യാം. എപ്പോഴെങ്കിലും പട്ടം വിചാരിച്ചാലോ എൻ്റെ ആ നൂലങ്ങ് പൊട്ടാൻ കഥ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു തത്തയോട് പറഞ്ഞു എന്നാണ്, ഈ നൂലൊന്ന് പൊട്ടിച്ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞു പോകായിരുന്നു. ഇന്നത്തെ കുട്ടികൾ പലരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ പട്ടത്തിന്റെ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ താമസമല്ല, വല്ല മുള്ളുംകാട്ടിലോ ചെളിയിലോ പൊന്തയിലോ പോയിട്ട് വീഴുക. ഈ മുള്ളുംകാടും ചെളിയും പൊന്തയെന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ മരുന്നുകളുടെ കൂടമാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രത്തിലാണ് നമ്മൾ വീഴുക. വാക്കുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ലഹരി, അങ്ങനെ പറയരുത് കേട്ടോ. സത്യത്തിൽ സംസ്കൃതത്തിൽ ലഹരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹരിയിൽ ലയിക്കുക എന്നാണ്, ഈശ്വരനിൽ ചേരുക എന്നാണ്. MDMA കഴിച്ചാൽ ചിലപ്പോൾ ഈശ്വരനല്ല ചേരുക, ചെറുത്താനല്ല ചേരുക, നെഗറ്റീവാണ്. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ജന്മത്തിനെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടോ? നമ്മൾ ഇന്ന സ്ഥലത്ത് ജനിക്കുമായിരുന്നു, ഇന്നയാളുടെ മകനായിട്ടില്ലേ മകളായിട്ട്, ഇന്ന രൂപത്തില്, ഇന്ന നിറത്തില്, ഇന്ന സ്വഭാവത്തില്. ഒരു നിശ്ചയമില്ല ഒന്നിനും. കുമാരനാശാൻ പറയുന്നത് വരുമോരോ ദിശ വന്ന പോലെ പോകും. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ, ദശാസന്ധികൾ വരികയും പോവുകയും ചെയ്യുന്നു. വ്യക്തമായ ഒരു ധാരണയുമില്ല. എപ്പോൾ നമ്മൾ മരണം എന്ന് പറയുന്ന ഒരു മാറ്റമുണ്ടല്ലോ, ആരും ഭയപ്പെടേണ്ടതല്ല മരണത്തിന് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ധരിക്കുക, മരണം എന്ന് പറയുന്നതിനെ ഭയപ്പെടേണ്ടതില്ല.
പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ ഒരു മാറ്റം മാത്രമാണ് അത്. ഈ മാറ്റം ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമുക്ക്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു മരണം എന്ന് പറയുന്ന സംഭവമേ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നു? ലോകത്തിൽ ഒരിടത്തും മരണമില്ലായിരുന്നെങ്കിൽ, ഒരു ജീവിയും ചാവുന്നില്ലെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ചില അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നാം മരണം എന്ന് പേര് കൊടുത്തിരിക്കുന്ന അവസ്ഥ. അത് ഒരു പൂർണ്ണവിരാമമല്ല, ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. അതിനപ്പുറത്തേക്കുമുണ്ട്. നാം ജനിക്കുന്നതിന് മുൻപും നമുക്ക് ഉണ്ട്. ഇവിടെ പഠിക്കുന്ന കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളൊന്ന് കൈവക്ക്. കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊന്ന് കൈവക്ക്. ആരുമില്ലേ? പോയോ? ഒരാളില്ലോ? വേറെ ആരുമില്ല? എല്ലാവരും പോയി അല്ലേ? എല്ലാം പുറത്തായിരിക്കും അല്ലേ? കുറെ ആൾക്കാർ ബൈക്കിന്റെ മുകളിൽ തിരിക്കുന്നുണ്ട് അവിടെ എവിടെ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അവരെ പിടിച്ചാൽ കിട്ടൂല. എല്ലാവരും മൊബൈലുമായിട്ട് ബൈക്കിന്റെ മുകളിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ പല കോർണറുകളിലും നമ്മുടെ ഇടവഴികളിലൊക്കെ മുക്കിലും മൂലയിലൊക്കെ കാണാം 10ഉം 15ഉം ബൈക്കുകൾ നിർത്തിയിട്ടിട്ട് അതിൻ്റെ അരികിൽ എവിടെയെങ്കിലും കൂട്ടം കൂടിയിരിക്കുന്നു. നാളുകളിൽ എങ്ങോട്ടാണ് ഈ കൂട്ടം കൂടുതൽ പോകുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല. ഇപ്പോഴേ തുടങ്ങുക. നമ്മുടെ കുട്ടികൾ 4ഓ 5ഓ വയസ്സാവുന്നതിന് മുമ്പേ ലാളയെ പഞ്ചവർഷാണി എന്നാണ്. 5 വർഷം വരെ, 5 വയസ്സ് വരെ നമുക്ക് ലാളിക്കാൻ കിട്ടും. കുട്ടികളെ ലാളിക്കണം, കഥ പറഞ്ഞു കൊടുക്കണം, പാട്ടുപാടി കൊടുക്കണം. ഉണ്ട് അമ്മമാര് പാട്ടുപാടി കൊടുക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് പാട്ടുപാടി കൊടുത്തിരുന്നു അല്ലെ, ഇപ്പൊ പാട്ടുപാടി കൊടുക്കുന്നുണ്ട് എന്നുള്ള അമ്മമാരൊന്ന് കൈവക്ക. ഇവിടെ എപ്പോഴും വലിയ ആയകന്മാരൊന്നും അല്ല, അമ്മ എല്ലാത്തിലും കൈവക്കുന്നുണ്ട്. പാടി ഉറക്കുകയായിരുന്നു. ഇപ്പോ ഈ അടുത്ത കാലത്താണ് ഇവിടുന്ന് ഒരു 5 വയസ്സ് 6 വയസ്സുള്ള ചെറിയ രാവിലെ എണീറ്റിട്ട് ഓടി വന്നിട്ട് കണ്ണിനുള്ളിൽ പിടിച്ച് അടുക്കളയിൽ വന്നിട്ട് അമ്മേനോട് ചോദിക്കും, അമ്മ നമ്മളെ കട്ടിൽമിൽ ആരാ കിടക്കുന്നത്? ഏതൊരു ചങ്ങായി വന്ന് കിടക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞ അച്ഛനാടാന്ന്. ആ ചങ്ങായിനെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അതൊരു ബന്ധവുമില്ല. അച്ഛനും മക്കളും അമ്മയും മക്കളും ഇതായിട്ട്. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ കൊണ്ടുവന്നു. അപ്പോൾ സാറേ ഇവനൊന്ന് നമുക്ക് ക്ലാസ്സിൽ ചേർക്കാം. ആയിക്കോട്ടെ. അപ്ലിക്കേഷൻ ഫോം എടുത്തു കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു, സാർ തന്നെ ഫില്ല് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അവളോടാ ചോദിച്ചു വരും കഷ്ടത്തിന്. ഉടനെ ഞാൻ എടാ പേരെന്തായിരുന്നു ഇവരെ അറിഞ്ഞൂടാ, മോൻ്റെ പേരെന്താന്ന്. പിന്നെ ഞാൻ അറിഞ്ഞോളൂ. ഓരോ വീട്ടിൽ നിന്ന് എന്താ വട്ടുവന്നോ കുട്ടുവന്നോ എന്താ വിളിക്കലുണ്ട്, എന്താ ശരിക്കും എന്താ പേര് ആർക്കറിയാം. സത്യമാണോ അയാൾ പറഞ്ഞു, പാവം അയാൾ ജോലിക്കൊക്കെ പോവുകയായിരിക്കും. പക്ഷെ നമുക്കൊരു ആത്മബന്ധം വേണ്ടേ? കുട്ടികളെ കൂടെ കളിക്കാറുണ്ടോ? കുട്ടികളെ കൂടെ നടക്കാറുണ്ടോ? നമ്മളെവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, സിനിമയ്ക്കാവട്ടെ ബീച്ചിലാവട്ടെ, നല്ല സ്ഥലങ്ങളിൽ കേട്ടോ, കുട്ടികളെ കൊണ്ടുപോവുക, മരം കയറാൻ പഠിപ്പിക്കുക, വെള്ളത്തിൽ നീന്താൻ പഠിപ്പിക്കുക. വെക്കേഷൻ ആവുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബ വീടുകളിൽ യാത്രയ്ക്ക് പോകും, മാമൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ അവിടെ ഇളയമ്മൻ്റെ അടുത്ത് പോകും. അവിടെ അപ്പുറത്തൊരു പാറക്കുഴി ഉണ്ടാവും, 3-4 കുട്ടികൾ അത് കാണാൻ പോകും. അപ്പോഴാണ് അപകടം പറ്റുന്നത്. വെക്കേഷൻ വരുമ്പോൾ കാണാം, നിങ്ങൾ പത്രത്തിലും ടിവിയിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നീന്താൻ അറിഞ്ഞുകൂടാ, പ്രകൃതിയുമായിട്ട് ബന്ധമില്ല. മുന്നിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്ത് നമ്മുടെ വീട്ടില് മുത്തച്ഛൻ്റെ അനിയനും ഏട്ടനും പെങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് 8 മക്കളുണ്ടാവുമ്പോൾ 10 മക്കളുണ്ടാവുമ്പോൾ ആ കൂട്ടുകുടുംബത്തിൽ ഏതെങ്കിലും ഒരാളുടെ കണ്ണ് എത്തിപ്പെടും. ഈ കുടുംബ സദസ്സൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു ഐക്യവും സ്നേഹവും ബന്ധവും തമ്മിൽ മനസ്സിലാവും ആളുകൾ തമ്മിൽ. അപ്പൊ തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും തമ്മിൽ പരിചയം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. നമ്മൾ ചിലപ്പോൾ മാറി നിന്നിട്ട് ആരോടും ചോദിക്കും, അതേതാടി ആ മറ്റേ ആ ചുവപ്പ് ഷർട്ടിട്ട കുട്ടി എന്ന് ചോദിക്കും അല്ലേ, കുട്ടിയല്ലേ? നമുക്കറിയില്ല, നമ്മളെ തൊട്ട കുടുംബമാണ്. പഴയ കൂട്ടുകുടുംബങ്ങൾ പോലും ഒന്നിച്ചു ചേർന്നപ്പോൾ അറിയുമായിരുന്നു ഇത്. ഇന്നിപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വരുന്നു, അയാൾക്ക് ഒന്ന് പ്രദർശനം വയ്ക്കുന്നു, ആ വന്നോ വഴിക്ക് പോകുന്നു. കല്യാണത്തിന് വരുന്നു, ആരാ എന്തെന്നറിയില്ല, ചിലപ്പോൾ സൈക്കൻഡ് കൊടുക്കും, ആ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ മറ്റൊന്നോട് ചോദിക്കാം, അല്ല അതാരാന്ന് ചോദിക്കും. ഒരു പിടിയില്ല. പക്ഷെ പഴയ കാലത്ത് കൃത്യമായിട്ട് അടുത്ത വീട്ടുകാരെ, എന്തിനാ ദൂരെ 1 കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടുകാരനെ അറിയായിരുന്നു നമുക്ക്. നമ്മളോട് ചോദിക്കാല്ല, നമ്മൾ ഒരാൾ വന്ന് ചോദിക്കുക, മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ, ആ നിങ്ങളത്തിലെ പോയി ഒരു കാര്യം ചെയ്യും, സന്ധ്യ ആവുന്നുണ്ട് കേട്ടോ, അവിടെ നായിനെ തുറന്നു വിടാൻ സാധ്യതയുണ്ട്. നമുക്ക് കൃത്യം അവിടുത്തെ നായിൻ്റെ കഥയല്ല. അതുകൊണ്ട് വേണേൽ ഞാൻ കൂടെ വരാം,
എന്ന് പറഞ്ഞ് ഒരു ഓലച്ചൂട്ടും പിടിച്ച് നമ്മൾ കൊടുത്തിട്ട് പോകും. അപ്പം സമൂഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സമൂഹവുമായിട്ട് എത്രത്തോളം നമുക്ക് ബന്ധമുണ്ട്? കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത നമ്മളങ്ങനെ സമൂഹവുമായിട്ട് ബന്ധം ഉണ്ടാവും. വീട്ടിലേക്ക് തന്നെ മടങ്ങുക. വീട്ടിൽ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം മാത്രമേ ഭക്ഷണം പാകം ചെയ്യാവൂ. അങ്ങനെയാണോ നമ്മുടെ വീട് എന്ന് ആലോചിച്ചു നോക്കുക. നേരെ പല്ല് കഴിക്കാതെ അല്ലേ, നൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, സത്യത്തിൽ രാത്രിയിലിടുന്ന വസ്ത്രം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. പക്ഷെ അത് നട്ടുച്ചയ്ക്ക് വിടും, പാതിരയ്ക്ക് വിടും, പൊലച്ചയ്ക്ക് വിടും, എപ്പോഴും ഉപയോഗിക്കും. കിടന്ന് ഉറങ്ങിയെടുത്ത് എണീറ്റ് നേരെ അടുക്കളയിലോട്ട് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. വീടും പരിസരവും സൂര്യൻ നിലത്തിറങ്ങുന്നതിന് മുൻപേ അടിച്ചുവാരി വൃത്തിയാക്കി കഴിയണം. ഇതാണ് പണ്ട് കാരണവന്മാർ പറയുന്നത്. എവിടേക്കെങ്കിലും ഇറങ്ങാൻ സമയത്ത് ഒരാൾ മുറ്റത്ത് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശകുനം, ഇന്ന് ചൂല കണ്ടത്, ചൂല് കണ്ട ശകുനക്കേടുണ്ട് എന്നുള്ളതിനേക്കാൾ ചിന്തിച്ചോളൂ, അശാസ്ത്രീയമാണ്. നമുക്ക് രോഗാണുക്കൾ കിട്ടും. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് മകളോ അല്ലേ വാരി വെറ്റാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുളിച്ചതിൻ്റെ ഗുണം പോയി. ഇന്ന് രോഗാണുക്കൾ എല്ലായിടത്തും ഇങ്ങനെ പരന്ന് കളിക്കുക. എപ്പോഴാണ് നിപ്പേൻ്റെ ഉപ്പയൊക്കെ വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എപ്പോൾ എവിടെ വേണമെങ്കിൽ വരും. അതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നമ്മൾ ഇന്നലെ ശിവരാത്രിയായിരുന്നു. ശിവരാത്രിയുടെ മഹാത്മ്യമൊക്കെ പറയും. ശിവരാത്രിക്ക് തലേ ദിവസം കുംഭമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ 13ഉം 14 ദിവസങ്ങളാണ്. 13ാമത്തെ ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് വീടും പരിസരമൊക്കെ ശുചിയായിരിക്കണം. ശിവരാത്രിയുടെ തലേദിവസം. പിറ്റേ ദിവസം പൂർണ്ണ ശുചിത്വത്തോടു കൂടി ലളിതമായ ഭക്ഷണം കഴിച്ച്, ഒന്നുകിൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ പൂർണ്ണമായ വ്രതം, അതാണ് സാത്വിക വ്രതം. വ്രതം ധരിക്കാറുണ്ടാവും പലരും. പക്ഷേ എങ്ങനെ വ്രതം ധരിക്കണം, എന്ത് തിന്നണം? മീനും പൂളയും കൂടി അങ്ങ് പുഴുങ്ങുക, ചോറ് ഒഴിവാക്കുക, അതാണോ വ്രതം? ചില സ്ഥലത്തൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞാൻ അരിഭക്ഷണം കഴിക്കില്ല എന്നറിയാം. ഒരു 100 ഗ്രാമോ 200 ഗ്രാമിൻ്റെ അരി കൊണ്ടുള്ള ചോറ് തിന്നുന്നതിന് പകരം 2 കിലോ പൂള തിന്നു. ഒരു ഗുണമില്ല. ഭക്ഷണത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുമോ? അതാണ് സാത്വിക വ്രതം. സ്ഥിരമായി നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഒഴിവാക്കി കളയാം ഒരു ദിവസം പൂർണ്ണമായിട്ട്. ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ. ശിവരാത്രി വ്രതമൊക്കെ അങ്ങനെയാണ് വേണ്ടത്. തിരുവാതിരയ്ക്ക് നമ്മൾ അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് തിരുവാതിര കളിയുമൊക്കെ കഴിഞ്ഞ് തുടിച്ചുകുളിയും കഴിഞ്ഞ് പാതിരാപ്പൂവും ചൂടി പാട്ടും പാടി എട്ടങ്ങാടി ചുട്ടെടുത്ത് പുഴുങ്ങിയിട്ടാണ് കഴിക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ അറിയാമല്ലോ, മുതിർന്ന ആളുകൾക്കറിയാം എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ എന്താ. അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, ആൻറ്റി ക്യാൻസറാണ് ഈ കിഴങ്ങുകളൊക്കെ. കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല സാധനം, മരുന്നുകളല്ല. നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും, പരിചയത്തിൽ എവിടെയെങ്കിലും, നാട്ടിലെവിടെയെങ്കിലും ക്യാൻസറുമായി ബന്ധപ്പെട്ട ആളുകൾ ഡോക്ടർമാരെ സമീപിച്ചാൽ അവർ പറയും, നിങ്ങൾ ഇടിച്ചക്ക കൂടുതൽ കഴിക്കണം, അല്ലേ? കൊത്തൻ ചക്ക, മൂക്കാത്ത ചക്ക ഉപ്പേരി വെച്ചിട്ട് കഴിക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം. ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണോ കിഴങ്ങ് വർഗ്ഗം? കിഴങ്ങ് പുഴുങ്ങിയ തിന്നു. എന്തിനാ നമ്മളിവിടെ അവലും മലരും പഴവും കരിമ്പും അല്ലേ ഇളനീരും ഇങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ ക്ഷേത്രങ്ങളിലും നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നത്. അത് എന്താ ഇവിടെ എന്താ പിന്നെ ബിരിയാണി കൊടുത്തൂടെ അമ്പലത്തിൽ? അത് അമ്പലത്തിൽ ബിരിയാണി വെച്ചാൽ പുതു കുടുംബക്ഷേത്രം വിചാരിക്കുക. പൊതുക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ തന്നെ അടിയും പിടിയും ബഹളവും ലഹളയൊക്കെയാണ്. കമ്മിറ്റിക്കാർ കയറൊക്കെ പിടിച്ചിട്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് 12 മണിയാകുമ്പോൾ വരും. ഇവിടെ ഉള്ളതല്ല കേട്ടോ, നിങ്ങളല്ലേ, നിങ്ങൾ നല്ല ആൾക്കാട്ടോ. 10 മണിക്ക് പ്രഭാഷണം ഉണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ വരില്ലേ? സപ്താഹം ഉണ്ടെങ്കിൽ 12 മണിയാകുമ്പോൾ ബൈക്ക് എടുത്ത് വരുന്നതാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വരും. എന്തിനു വരുന്നത്? പിന്നെ രാവിലെ തിന്നിട്ട് പോയതാ. ഞാൻ രാവിലെ വന്നു പോയതാ. വന്നുപോയി എന്താ ഉദ്ദേശിക്കുന്നത്? ഉപ്പുമാവും പഴവും പപ്പടം അടിച്ച് പോയതാ. പിന്നെ അവിടെ കാണൂല. ശരിയാണോ? അറിഞ്ഞൂടാ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ? അല്ലേ? അല്ല, അല്ല എന്നാ പറയുന്നത്. അമ്മ പറയാം അല്ല. പല ക്ഷേത്രങ്ങളിലും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുക. അന്നദാനം മഹാദാനം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് എല്ലാവരും ഇടിച്ചു കയറി അങ്ങ് തിന്നുകയാണ്. ഈ അന്നം ഉണ്ടാക്കിയിട്ട് 10,000 പേർക്ക് 7 ദിവസം ഉച്ചയ്ക്കാണ് 2 കൂട്ടം പഴവും അല്ലേ, 2 കൂട്ടം പായസവും, 2 സൈസ് പഴവും, 2 പപ്പടവും, എല്ലാ വിഭവങ്ങളുമായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത്, അതുപോട്ടെ ആനയെഴുന്നള്ളത്തും ആനയോട്ടവും കരിമരുന്ന് പ്രയോഗമൊക്കെ നടത്തുന്നില്ലേ, അതിനേക്കാൾ നല്ലത് ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആനകൾ ഓടുക തന്നെയാണ്. കേരളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ആന. പാലക്കാടേക്ക് ഒരു ഉത്സവത്തിന് കൊണ്ടായ ആന ലോറിയിനകത്ത് ചാടി പാപ്പാനും ഡ്രൈവറും കൂടെ ചായ കുടിക്കാൻ പോയത്. അപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണ്ടേ, ഇതിനെന്തും കൊടുക്കുന്നില്ല. ആന ലോറിൻ്റെ അകത്ത് ചാടിയിട്ട് ഓടിയിട്ട് 2 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയോ പോലീസിനെയോ സർക്കാരിനെയോ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? നമ്മളെ ആഘോഷത്തിൽ നിന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ആ ജീവികളെ സത്യത്തിൽ എന്തിനു കൊണ്ടുവരണം? നമ്മുടെ പ്രൗഢി കാണിക്കാനാണോ? ക്ഷേത്രങ്ങളിൽ അപ്പുറത്തെ ക്ഷേത്രത്തിൽ എത്ര 3 ആന, എന്നാൽ നമുക്ക് 13 ആക്കിയാലോ? കമ്മിറ്റി കൂടിയിട്ട് അതാ തീരുമാനിക്കുക. ആന ആ കാശെടുത്തിട്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും പഠിക്കുന്ന നല്ല കുട്ടികൾ, പാവങ്ങളുണ്ടാവും, അച്ഛൻ രോഗിയായി കിടക്കുന്നല്ലേ, അമ്മയില്ലാത്ത ഒറ്റപ്പെട്ടു, അവരെ പഠിപ്പിക്കാൻ കൊടുക്കാനാണ്. രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് മരുന്ന് മേടിച്ചു കൊടുത്തു, അവർക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് അവരുടെ കയ്യിൽ കാശ് കൊടുക്കണ്ട, ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കും. അവർ വേണ്ട ചികിത്സ എടുക്കട്ടെ. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എത്ര ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിനും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് കമ്പക്കെട്ട് മത്സരം നടത്താൻ വേണ്ടിയിട്ട് വലിയ ഗുണ്ട് കൊണ്ടുവച്ചിട്ട്, പണ്ട് പച്ച മലയാളത്തിൽ പറയാറുണ്ട് ഗർഭം കലക്കി ഗുണ്ട് എന്നൊക്കെയാ പറയാ. ഇപ്പൊ വീടിടിഞ്ഞു പോകുന്ന ഗുണ്ട. 25-30 വീടുകളാണ് കംപ്ലീറ്റ് തകർന്നു പോയത്. ഒരു മാസമായിട്ടില്ല അല്ലേ? കേരളത്തിൽ 10-20 വീടുകൾ വിണ്ട് കീറി നശിച്ചുപോയി. ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവച്ച സംഗതിയാണ്. ക്ഷേത്രങ്ങൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു, ആചാരങ്ങൾ എങ്ങോട്ട് പോകുന്നു, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളുമായിട്ട് നമ്മൾ അധപ്പതിച്ചു പോവുകയാണ്. പഠിച്ചു വരുന്നത് വിശകലമാവുന്നത് അവിടെ അശാസ്ത്രീയമായിട്ട് നമ്മളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ രാവിലെ അടിച്ചു വരണം. നല്ല ഭക്ഷണം ഉണ്ടാക്കണം. എന്താ നല്ല ഭക്ഷണം എന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഒരാളൊരിക്കലും പറഞ്ഞത്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ കെട്ടിപ്പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞു. 2 കിലോ മത്തി മേടിച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ടുവരിക ഇല്ല, 1 കിലോ കോഴിയിറച്ചി മേടിച്ചു നമ്മൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ടാണ് കൊണ്ടുവരിക ഇല്ല. ബൈക്കിന്റെ ഹാൻഡിൽ തൂക്കിയിടുന്ന തന്നെ ഇങ്ങനെയാണ് തൂക്കിയിടുക, ഷർട്ടിലും മുണ്ടിലൊന്നും പറ്റാതിരിക്കാൻ. ഫോർമാലിൻ അടിച്ചിട്ട് നശിച്ചു കിടക്കുന്ന മത്സ്യമാണ് നമ്മൾ വീണ്ടും കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പൊരിച്ചു തിന്നുന്നത്. തിന്നണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പരമാവധി നിയന്ത്രിക്കുക. മത്സ്യമാംസങ്ങൾ നമ്മുടെ ആചാരങ്ങളിൽ നിന്ന്, വ്രതങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ ശാസ്ത്രം അതാണ്. ഇത് അത്ര നല്ല സാധനമല്ല. നല്ല നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കാം. എത്ര പച്ചക്കറി വിഷം അടിച്ച് തളിച്ചാലും ശരി, അത് വാഴയാവട്ടെ, നമ്മൾ തിമിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനത്തിന് അത് തിമിറ്റിൽ മുക്കിയിട്ട് അത് മുളച്ചു വരുമ്പം വീണ്ടും വളമിട്ട് അത് കായ്ച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഉണ്ണിത്തട്ട പൊട്ടിച്ചിട്ട് അങ്ങോട്ട് തിമിറ്റ് കെട്ടി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ പോലും മണ്ണുമായിട്ടുള്ള ബന്ധം കൊണ്ട് 50% പോലും അവിടെ പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് ഈ മാംസത്തിലൊക്കെ ഈസ്ട്രജൻ ഡയറക്റ്റ് കുത്തിവെക്കുകയാണ്. കോഴികളിൽ ഹോർമോണുകൾ കുത്തിവെച്ചിട്ട് ആ സാധനമാണ് നമുക്ക് കിട്ടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴി 40 ദിവസത്തിലധികം ജീവിക്കില്ല. ജനിച്ചു കഴിഞ്ഞാൽ, മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ 41 ദിവസം പോലും നിൽക്കില്ല, അതിനു മുമ്പ് ചത്തുപോകും. കോഴിക്കച്ചവടം നടത്തുന്ന ആരെയുണ്ട് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പാണ്, ആഴ്ചയിൽ 1 ദിവസം ചിക്കൻ കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പൈൽസുമായി ബന്ധപ്പെട്ട അസുഖം ഉറപ്പാണ്. കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നിയന്ത്രിക്കുക. മദ്യം കഴിക്കുന്നു, അച്ഛന് സന്തോഷമാണ്. ഒരു കടലാസ് എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് ആരും കാണണ്ട, മക്കളും കാണണ്ട, കെട്ടിയോനും കാണണ്ട, കെട്ടിയോളും കാണണ്ട, സ്വന്തം ചെയ്താൽ മതി. ഒരു കടലാസിൽ നടുവിലൂടെ വരയിട്ടിട്ട് ഇടതു ഭാഗത്ത് പ്രിയം എഴുതുക, വലതു ഭാഗത്ത് ഹിതം എഴുതുക. എന്നിട്ട് എനിക്ക് പ്രിയമായത് എഴുതുക. കിടന്നുറങ്ങാൻ പ്രിയമാണ്, മദ്യപിക്കാൻ പ്രിയമാണ്, മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ പ്രിയമാണ്, കുളിക്കാതിരിക്കാൻ പ്രിയമാണ്, നനയ്ക്കാതിരിക്കാൻ പ്രിയമാണ്. പ്രിയമുള്ളതൊക്കെ എഴുതുക അടുത്ത സൈഡിൽ.
വലതു ഭാഗത്ത് ഹിതമായിട്ടുള്ളത് എഴുതുക. അതായത് നമ്മൾ ചെയ്താൽ നമുക്ക് മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ നല്ലത് കിട്ടുന്നു. അതാണ് ഹിതം. വളരെ കുറച്ചേ കിട്ടുള്ളൂ. പ്രിയകരമായത് ധാരാളം ഉണ്ടാവും. ഇന്ന് നമ്മുടെ നാട് നശിക്കാനുള്ള കാരണം നമ്മളൊക്കെയാണ്. നമ്മളെ ഭരിക്കുന്നവരൊന്നും അല്ല. ഇപ്പൊ ഭരിക്കുന്നവർ മാറി വേറെ ആൾക്കാർ ഭരിക്കും, അത് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ഭരിക്കും, തമ്മിൽ പറഞ്ഞുകൊണ്ടൊക്കെ. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളാണ്. നമ്മൾ നമ്മളോട് പറയുന്നു. എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഞാൻ മദ്യപാനിയാവുന്നു. ഞാൻ 4 നേരം ചോറ് തിന്നുന്നു. ചോറ് ഭയങ്കര സാധനമാണ്, കഴിക്കുന്നത് അല്ലേ? എത്ര പഴയ ചോറ് തിന്നുന്നുണ്ട്. രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചോറ്, രാത്രി ചോറ്. അങ്ങനെ കഴിക്കാറുണ്ടോ മോനെ? ഉണ്ടോ? കാർബോഹൈഡ്രേറ്റ്സ്, ഷുഗർ ഉറപ്പാണ്. ഇന്ന് മുതലൊന്ന് തീരുമാനിക്കുക. നമ്മളൊന്നിച്ച് കൂടിയല്ലോ, എന്തായാലും ഞാനിവിടെ വന്നു. രാത്രിയിൽ പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർ ചോറ് കഴിക്കരുത്, കഞ്ഞി കുടിക്കരുത്. പറ്റുമെങ്കിൽ രാത്രിയിൽ ഒന്നും കഴിക്കാതെ ശീലിക്കുക. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? രാത്രിയിൽ ഒന്നും കഴിക്കാറില്ല. നേരെയുണ്ടോ? എല്ലാവരും രാത്രി ഇറച്ചിയും പൊറോട്ട കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അങ്ങനെ ശീലിച്ചു നോക്കും, ഷുഗറിൽ നിന്ന് രക്ഷപ്പെടും. അമിതമായ ഉറക്കം, പകൽ ഉറങ്ങരുത്. നല്ല ഭക്തന്മാർ ചെയ്യില്ല എന്നാ പറയുന്നത്. കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട് എന്തൊക്കെയാണ് നല്ല ഭക്തന്റെ ലക്ഷണം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്ന് പറഞ്ഞ് ഗീതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം, സകല ജീവികളോടും ദേഷ്യമില്ലാതെ കഴിയുക. എല്ലാ ജീവികളോടും സ്നേഹമുണ്ടാവണം. ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോകും, ഞാനും മക്കളും വീട്ടുകാരും ഒക്കെ യാത്ര പോകും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും വീട്ടുകാർ ചോദിക്കും, അയ്യോ നമ്മളെ വീട്ടിലെ പൂച്ച എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയാം, എനിക്ക് പൂച്ചേനെ ഓർമ്മയുള്ളൂ, നമ്മളെ ഓർമ്മയില്ല എന്നറിയില്ല. എന്താ ഭാഷ? പൂച്ചേനെ ആലോചിക്കണം, പശുവിനെ ആലോചിക്കണം. സകല ജീവികളും നിലനിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഈച്ചയും പ്രാവും പരുന്തും കോഴിയും തുടങ്ങി ചെറിയ തേനീച്ചകൾ ഉണ്ടെങ്കിലേ നമുക്ക് പൂക്കളും കായ്കളും പഴങ്ങളും കിട്ടുള്ളൂ. ആ ജീവികളില്ലെങ്കിൽ എന്താ അവസ്ഥ? ഒരു പഴവും നമുക്ക് കിട്ടില്ല, ഒരു കായും നമുക്ക് കിട്ടില്ല. നമുക്ക് ആനയോടും സ്നേഹം വേണം, കാട്ടുപോത്തിനോടും സ്നേഹം വേണം. പക്ഷെ അവർ കാടിറങ്ങി ഇവിടേക്ക് വരുമ്പോൾ, നമുക്ക് കൃഷി നശിക്കുമ്പോൾ, നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും വെടിവെക്കണം. ശരി, സമ്മതിച്ചു, കൊല്ലണം. നമ്മളെ നിലനിൽപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ ഇറങ്ങി വരുന്ന എന്താണ്? അവർക്ക് അവിടെ ഭക്ഷണമില്ല, അവിടെ വെള്ളമില്ല, ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരിപ്പം വീട് വിട്ടിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഏറ്റവും സുഖം എവിടേക്കാ? കാട്ടിൽ പോയിട്ട് റിസോർട്ടിൽ താമസിക്കും. അവിടെ ഗുഹാവീടുകൾ, മൺവീടുകൾ ഉണ്ടാക്കുക, അതിൽ പോയിട്ട് താമസിക്കും. ഈ വെക്കേഷൻ വരുന്ന സമയത്ത് പല ആളുകളും ടൂർ പോകും, മൂന്നാറിലേക്കും അല്ലേ, ഊട്ടിയിലേക്കും, അങ്ങനെ പല സ്ഥലം. എന്തിനാണ്? തണുപ്പ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട്. നമ്മൾ കാടുകൾ കയ്യേറി. അപ്പൊ എല്ലാ ജീവികൾക്കും സ്വസ്ഥമായിട്ട് കഴിയാനുള്ള അവസരം നമ്മുടെ വീട്ടിൽ കൊടുക്കണം. പല ജീവികളെയും പോറ്റണം എന്നർത്ഥം. നല്ല ജീവികളെ പോറ്റണം, നല്ല കോഴികളെയും നല്ല പട്ടികളെയും ഒക്കെ പോറ്റുക. അതേപോലെ സംസാരം, നമ്മുടെ പറയുമ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയാം. ഒന്ന്, ഭവനം, വീടിൻ്റെ അന്തരീക്ഷം. ഭവനം, നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ്? ശുചിത്വത്തോടു കൂടി. അച്ഛൻ്റെയും അമ്മമ്മയുടെയും ഒക്കെ അല്ലേ, മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോസൊക്കെ വെക്കാറുണ്ടോ വീട്ടിൽ മുൻവശത്തൊക്കെ ആയിട്ട്? ഇങ്ങനെ ചിലപ്പോൾ തിരിച്ചറിയൂല ഇതാരെ വോട്ടാന്നൊന്നും അറിയില്ല. ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാനും ഒരു ചങ്ങാതിയും കൂടെ അങ്ങനെ ചെന്ന സമയത്ത് ഒരാളോട് ചോദിച്ചു, അല്ല ചേച്ചി ഇതാരെ വോട്ടാന്ന് ചോദിച്ചു. അതിപ്പോൾ ആരുതാന്നിപ്പോൾ ആരോട് ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ അവിടെ ഉണ്ട്, കുറേ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പണ്ടൊരിക്കൽ പെണ്ണ് കാണാൻ പോയിട്ട് അവസാനം അവിടുന്ന് പെണ്ണ് പറഞ്ഞു, കുറച്ചു കാലം മുമ്പാട്ട്, ഇന്ന് പെണ്ണ് കാണാൻ പോക്കില്ലല്ലേ, ഇപ്പം എങ്ങനെയാണ് ലിവിങ് ടുഗദർ, അതും കഴിഞ്ഞു തോന്നുന്നു. വേറെ എന്താ സംഭവം ഇപ്പം നടക്കുന്നത്? ഇപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് പ്രേമിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കുക, പിന്നും കുഴപ്പമില്ല പഴയ ആളെ തന്നെ പ്രേമിച്ചാൽ മതി തോന്നുന്നു പ്രേമിക്കുക. അതിന് വേറെ എന്തൊരു പേര് പറയുന്നത് മക്കൾക്കാർക്ക് അറിയോ? ഇല്ല. അങ്ങനെ ഒരു സംഭവം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരമാണ്. നമ്മളെ കുടുംബ വ്യവസ്ഥയിൽ
അച്ഛനും അമ്മയും മാമന്മാരും വേണ്ടപ്പെട്ടവരും കാരണവന്മാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ വരുന്ന ഒരു സംവിധാനമാണ് ഭാരതത്തിലെ വിവാഹ സമ്പ്രദായം. അത് പൊളിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പാശ്ചാത്യ സംസ്കാരം കൊണ്ടതിൽ പൊളിക്കുക. എന്നിട്ട് നമ്മളെ കുടുംബത്തിലെവിടെ നടക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നോട് ദേഷ്യം തോന്നരുത്, ഇടയ്ക്ക് ഞാൻ പറയും, മറന്നു വരുന്നത്. കല്യാണത്തിന് സ്വസ്ഥമായിട്ട് നടന്ന് വീട്ടിലേക്ക് കയറുന്നതിന് പകരം പാളയിൽ വലിച്ചു കൊണ്ടുവരിക, അല്ലേ? മട്ടലിൻ്റെ മുകളിൽ കെട്ടി വലിക്കുക, കഴുത്തിൽ കുറുക്കിട്ടിട്ട് വലിച്ചു കൊണ്ടുവരിക, അർബാനയിൽ ഉന്തിക്കൊണ്ടുവരിക, ആനപ്പുറത്ത് കയറ്റിക്കൊണ്ടുവരിക, കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടുവരിക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. സംസ്കാരവുമായിട്ടൊരു ബന്ധമില്ലാത്ത പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ രാത്രി ഉദാഹരണം പറയാണ്, ചുറ്റുവട്ടത്ത് വന്നിട്ട് പടക്കം പൊട്ടിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും അറിയാതെ ആ വീടിന്റെ ജനലിന്റെ ഒക്കെ കൊളുത്ത് പറിച്ച് കളയുക ചില സ്ഥലത്ത്. എന്നിട്ട് അടി ഉണ്ടാവുക, എന്നിട്ട് തമ്മിൽ പോയിട്ട് വെട്ടും കുത്തും. നമ്മുടെ പൈതൃകങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാവുന്നു. അപ്പോൾ ഒരുത്തൻ പെണ്ണ് കാണാൻ പോയിട്ട് അവസാനം അവിടുന്ന് ഇങ്ങനെ പെണ്ണുമൊക്കെ ആയിട്ട് വർത്താൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്ത് ജോലിയാണ്, പുറത്താണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ കാണാം, ഞാൻ വൈകുന്നേരം വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ മേടിച്ച് പോയി. ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കോലായിൽ കുറേ പടങ്ങൾ വെച്ചിട്ടുണ്ട്, അല്ലേ? ഇതാ അവിടെ പടം വെച്ചിട്ടുണ്ട്, ഏതൊക്കെ പടമാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കി. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ആ അച്ഛൻ പുറത്താന്ന് പറഞ്ഞു, മിലിറ്ററിയിലല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ പണ്ടൊന്നും വേണ്ടിയില്ല. രാത്രിയിൽ ഇവൻ വിളിച്ചപ്പോൾ ചോദിച്ചു, ചേട്ടൻ എന്താ പരിപാടി എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഹിസ്റ്ററിയിൽ PhD ചെയ്യാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ഏതൊരു ഭാഗം പറഞ്ഞു. അപ്പോൾ തിരിച്ചു വിളിച്ച് ചോദിച്ചു, സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ പടം കണ്ടിട്ടാണ് ഇവൻ തെറ്റിദ്ധരിച്ചത് ഇവളുടെ അച്ഛനാണ്, മിലിറ്ററിയിലാണ്. നമ്മുടെ കോലായിൽ കുറേ പടങ്ങളൊക്കെ തൂങ്ങും. നമ്മുടെ അച്ഛൻ്റെ പേരറിയാം, മക്കൾക്ക് അറിഞ്ഞൂടെ? ചെറിയ മക്കളെ, അച്ഛൻ്റെ പേരറിയോ മോനെ? അച്ഛൻ്റെ പേരറിയോ? നമ്മുടെ തായ് വഴികളെയും തന്ത വഴികളെയും, അല്ലേ? മലയാളത്തിൽ തന്ത, തായ് എന്നൊക്കെയാണ് പച്ച മലയാള വാക്കുകൾ. അച്ഛൻ എന്നൊക്കെ പറയുന്നത് പാലി ഭാഷയാണ്. നമ്മുടെ തായ് വഴിയിലും തന്ത വഴിയിലുമുള്ള ഒരു 4 തലമുറയെങ്കിലും പഠിക്കാനുള്ളൊരവസരം, കുടുംബ ചരിത്ര ബോധം നമുക്കുണ്ടാവണം. എന്നാലേ അറിയുള്ളൂ എത്ര കഴിവുള്ള മഹത്വമുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ അച്ഛൻ നല്ല ഒരു പോലീസുകാരനായിരുന്നു, കൈക്കൂലി വാങ്ങാത്ത. തിരിച്ചറിയണ കുട്ടികൾ ഇന്ന് എവിടെ പോയാലും കൈക്കൂലിയാണ്. പക്ഷേ എൻ്റെ അച്ഛൻ, അല്ലേ അച്ഛൻ്റെ അച്ഛൻ DYSP ആയിരുന്നു, അല്ലെങ്കിൽ അയാൾ MLA ആയിരുന്നു, അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. രാഷ്ട്രീയത മതേതാന്നുള്ളതല്ല, ജാതീയതാന്നുള്ളതല്ല. അയാൾ ജീവിച്ചിരുന്നത് ഇങ്ങനെയാണ്, സത്യസന്ധമായിട്ട്. പഴയ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു? വില്ലേജ് ഓഫീസർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കടുകിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കില്ല. ഇപ്പോൾ ഓരോരുത്തരെ കണ്ടില്ലേ കൈക്കൂലിക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്? ഉള്ള ജോലിയും പോയി, വാങ്ങുന്നത് ആകെ 2000 രൂപ, 1500 രൂപ. കേട്ടാൽ തന്നെ നാണക്കേടാണ്. കോടികൾ തട്ടിയെടുത്താൽ പിന്നെ ഒന്നുമില്ല, അന്തസ്സുണ്ട്, അല്ലേ? നമ്മുടെ മോൻസൺ മാവുങ്കലിനെ പോലെ ആളുകളെയൊക്കെ വലിയ വലിയ ആളുകളെ പറ്റിക്കുക, സാധാരണക്കാരൊന്നുമില്ല. ടിപ്പു സുൽത്താൻ്റെ കസേരയാണെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് കൊണ്ടു കൊടുത്തത്. നല്ല കാര്യം. അയാളെ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കാന്ന് പറഞ്ഞത് മോൻസൺ മാവുങ്കലിൻ്റെ. കാരണം വലിയ ആളുകളെ അത്രയും പറ്റിച്ചു കളഞ്ഞു. ഇത് വെറും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ഉള്ള ജോലി പോവുക, നാട്ടിൽ മാനക്കേടാവുക, കുടുംബത്തിൽ നാട് വിട്ടു പോവുക. ഇതില്ലാതിരിക്കണമെങ്കിൽ എൻ്റെ മുത്തശ്ശനാരായിരുന്നു, എൻ്റെ കുടുംബം എന്തായിരുന്നു, എൻ്റെ പാരമ്പര്യം എന്താണ്, നമ്മുടെ ആചാരം എന്താണ്, നമ്മുടെ അനുഷ്ഠാനം എന്താണ് എന്ന് മനസ്സിലാവണം. ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, എങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി എന്തൊക്കെയാണ് കാണുന്നത്? ഇപ്പോൾ വിളക്ക് വെക്കുന്നു, വീട്ടിൽ വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിക്കുന്നത് എന്തിനാ എന്ന് ചിന്തിച്ചു നോക്കണം. ഉദാഹരണത്തിന് ഏറ്റവും നല്ലത് നെയ്യ് ഒഴിച്ചിട്ടാണ് കത്തിക്കുക. ഇല്ലെങ്കിൽ എണ്ണ, അതാണ് എണ്ണ, എള്ളിൻ്റെ നെയ്യാണ്, എള്ളാട്ടിയിട്ടുള്ള അതിൻ്റെ നെയ്യാണ് എണ്ണ എന്ന് പറയുന്നത്. അതൊഴിച്ച് കത്തിക്കുക. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇല്ലെങ്കിൽ ഓടലെണ്ണ, അല്ലെങ്കിൽ ഓടത്തെണ്ണ എന്ന് പറയുന്ന സാധനം. ഈ 4ൽ ഏതെങ്കിലും ഒഴിച്ചിട്ട് കത്തിക്കണം. അങ്ങനെ കത്തിച്ചാൽ അന്തരീക്ഷം ശുദ്ധിയാവും.
നെയ്വിളക്ക് കത്തിയാൽ ഓക്സിഡൈസ് ഫ്ലെയിമാണ് ഉണ്ടാവുന്നത് ചുറ്റുവട്ടത്തും. നല്ലൊരു തുളസിത്തറ വീട്ടിലുണ്ടാവട്ടെ. ആ തുളസി 108 ഔഷധ ഗുണമുള്ള ബാസിൽ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമുള്ള വർഗത്തിൽപ്പെടുന്ന ചെടിയാണ്. പലതരത്തിലുള്ള തുളസികളുണ്ട്. തൃത്രാവ് എന്നൊക്കെ പറയുന്ന, അതുപോലെ മധുര തുളസികൾ എന്ന് പറയുന്ന, മിന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന തുളസികളുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോ? ഇന്ന് പൂക്കാത്ത, കായ്കൾ ഉണ്ടാവാത്ത, ചില കളർ ഇലകൾ മാത്രമുള്ളതിനെ ചട്ടിയിൽ വളർത്തുന്നു നമ്മൾ. സത്യത്തിൽ അവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാതെ നമ്മൾ വേരോട്ടം കിട്ടുന്നില്ല. ഒരു ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേരെല്ലാം കൂടെ ഇങ്ങനെ കിടന്ന് അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടിരിക്കുന്നതാണ്. അവര് നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് അതിന് ഒരു ചെറിയൊരു കോപ്പൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. മണ്ണിൽ നടണം. നല്ല ചെടികൾ നടുക, നല്ല പൂക്കളുള്ള ചെടികൾ നടുക വീടിന് ചുറ്റും. തുളസി മുതൽ ഈ തുളസിയിൽ ബേസിൽ കംഫർ എന്ന് പറയുന്ന ഔഷധ ഗുണമുള്ള തുളസിയിൽ 108 ഔഷധമുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കേഷനാണ്. ആ തുളസിയുടെ ഒരു തറ നമ്മളെ വീട്ടിൽ വേണ്ടേ? നമ്മൾ പറയുന്നത് ഇതെന്തോ അന്ധവിശ്വാസമാണ്, എന്തിനിപ്പോൾ തുളസി തറ? ക്ഷേത്രങ്ങളോട് ചേർന്നിട്ട് തെച്ചിയും മന്ദാരവും തുളസിയും തുടങ്ങിയിട്ട് ആൽവൃക്ഷത്തിനെ കാണാം. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ ഗണപതിയെ ഒരു പ്രാവശ്യമാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. ഭഗവതിയെയും വിഷ്ണുവിനെയൊക്കെ 4 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. ആലിനെ 7 തവണ പ്രദക്ഷിണം ചെയ്യണം. ആ ആലിന്റെ മുകളിൽ സകല ദേവന്മാരും ഉണ്ട് എന്നാ പറയുന്നത്. ദേവന്മാര് എന്താ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി ഓഫ് യൂണിവേഴ്സ്, ദാറ്റ് ഈസ് ഗോഡ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലുള്ള നന്മ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ഈശ്വരനൊന്നും അല്ല ഈശ്വരൻ. നിങ്ങൾ ആ മതം വിട്ട് ഈ മതം ചേരൂ, എന്നാൽ നല്ല ഈശ്വരനെ കാണാം, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച സ്വർഗത്തിൽ പോയിട്ട് വന്നതാ പറയുന്നു. എന്നാ നമുക്ക് തോന്നുക ഒരു സ്വർഗവുമില്ല നരകവുമില്ല. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ തന്നെയാണ് നമ്മുടെ നരകവും സ്വർഗവും. നമ്മുടെ കർമ്മമാണ് നമ്മുടെ ഈശ്വരന്മാര്. പ്രാർത്ഥിച്ച് പഠിച്ചിട്ടുണ്ടാവും. കരാഗ്രേ വസതേ ലക്ഷ്മി, ഇല്ലേ? കേട്ടിട്ടുണ്ടോ? മോനെ കേട്ടിട്ടുണ്ടോ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാതേ കരദർശനം. രാവിലെ എഴുന്നേറ്റ് സ്വന്തം കയ്യിൽ നോക്കണം, എന്നിട്ട് കണ്ണ് തുറന്നിട്ട് വിചാരിക്കണം, എൻ്റെ കയ്യിലെ അറ്റത്ത് മഹാലക്ഷ്മി ഇരിക്കുന്നു. കരമധ്യേ സരസ്വതി, എൻ്റെ അറിവെല്ലാം എൻ്റെ ഉള്ളം കയ്യിലാണ്. കരമൂലേത് ഗോവിന്ദ, മഹാവിഷ്ണു എൻ്റെ കരമൂലത്തിലാണ്. ഈശ്വരൻ എവിടെയാണ്? എൻ്റെ കയ്യിലിരിപ്പിലാണ്, എൻ്റെ സ്വഭാവത്തിലാണ്, എൻ്റെ കർമ്മത്തിലാണ് ഈശ്വരനുള്ളത്. ആ ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ കയ്യിലിരിപ്പ് മോശമായാൽ ഒരു ഈശ്വരനെയും കാണില്ല എന്നർത്ഥം. ആ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്യേന തക്കതേന ഭുഞ്ചീതാം ആകൃത കസ്യ സിദ്ധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പഠിപ്പിക്കുകയാണ്. ഈശാവാസ്യമിതം സർവം, ഈ കാണുന്ന ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ്. എല്ലാ ജീവികളിലും ഈശ്വരനുണ്ട്. ശിവൻ, ശിവരാത്രി പറഞ്ഞില്ലേ ഞാൻ, ശിവന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ പാമ്പുകളാണ്. കാളയാണ് വാഹനം. ഒരു മകന്റെ വാഹനം എലിയാണ്, ഒരു മകന്റെ വാഹനം കുതിരയാണ്. അവൻ പുലിയെ കൊണ്ടുവന്നിരുന്നു. ഭാര്യയുടെ വാഹനം സിംഹമാണ്. മറ്റൊരു മകന്റെ വാഹനം മയിലാണ്. പക്ഷേ പരസ്പര വിരുദ്ധമായി തോന്നുന്ന ഇവർ തമ്മിൽ ചണ്ട കൂടിയത് ഇറക്കെങ്കിലും അറിയോ? മയിൽ പോയിട്ട് പാമ്പിനെ പിടിച്ചതോ പാമ്പ് പോയിട്ട് എലീനെ പിടിച്ചതൊക്കെ ശിവന്റെ കുടുംബത്തിൽ കേട്ടിട്ടുണ്ടോ? ശിവപുരാണത്തിലോ ഏതിലെങ്കിലും കേട്ടിട്ടുണ്ടോ? വിരുദ്ധങ്ങളായ ചിന്തകൾ ഒരേ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ മുതിർന്ന ആളുകളിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJP-ക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. തമ്മിലടിക്കുവോ? അവിടെ ഇരുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ അച്ഛൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാനെന്താണ് അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ എന്താന്ന് ചോദിച്ചാൽ അതിനൊക്കെ പരസ്പരം യുദ്ധമായിട്ടാണ്. പക്ഷേ അടികൂടുന്നില്ല. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെയാവണ്ടേ? അങ്ങനെയാണോ? അല്ലെങ്കിൽ അതെങ്ങനെ തിരുത്തണം? ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ.
എല്ലാവരും കുടുംബ സംഗമം നടക്കുന്നു. ഒരു രജിസ്ട്രേഷൻ വെച്ചിട്ട് അതിനകത്ത് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് വരെ എഴുതണം, ജോലി എഴുതണം. PC ജോർജ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലും അതുപോലെ കോട്ടയത്തുമൊക്കെ ചില സിവിൽ സർവീസ് കോച്ചിങ് ഒക്കെ സെന്ററുകൾ നടത്തിയ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബ സംഗമം വെക്കും വർഷത്തിലൊരിക്കലും. ആ കുടുംബ സംഗമത്തിൽ 600 പേര് പങ്കെടുക്കും. ആ 600 പേരില് 5 വട്ടം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ സംഗമം നടക്കുമ്പോൾ 10 സിവിൽ സർവീസ് ഉണ്ടാവണ്ടേ? നമ്മുടെ മക്കൾ IAS-കാരും IFS-കാരും IRS-കാരും IPS-കാരും ഒക്കെ ആവാൻ എന്ത് ചെയ്യണം? ഈ കുടുംബ സംവിധാനത്തിൽ നിന്ന്, ഈ കൂട്ടായ്മയിൽ നിന്ന് അത്തരത്തിലൊരു ചിന്ത വരണം നമുക്ക്. 5-6 ഡോക്ടർമാര് PC തോമസിന്റെ കുടുംബത്തില്, വക്കീലന്മാര്, ജഡ്ജിമാര്, എഞ്ചിനീയർമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, എന്ത് കാര്യമുണ്ടെങ്കിലും ഉടനെ വിളിക്കും. ചേട്ടാ എന്താ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമ്മളെന്താ ചെയ്യേണ്ടത്? അതിന് എന്നെ ചെയ്തോളൂ. ശക്തിയാണ്, ധൈര്യമാണ്. ധർമ്മത്തിൽ നിന്ന് നമ്മൾ മാറുകയേ ചെയ്യേണ്ട. നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കുടുംബമുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൂട്ടായിട്ട് മക്കൾ നിൽക്കുന്നു. ഇന്ന് കഴിഞ്ഞ 4-5 ദിവസമായ വാർത്തകൾ കണ്ട ആളുകൾക്കറിയാം, ഒരമ്മ സ്വന്തം 2 കുട്ടികളെ തീയിട്ട് അവര് മരിച്ചില്ല, അമ്മ ചത്തു. അല്ലേ? വായിച്ചിരുന്നു, അമ്മമാര് വായിച്ചിരുന്നു പത്രം, അല്ലേ? ചാനലുകൾ കണ്ടോ? വേറൊരു കുടുംബത്തിൽ, കേരളത്തിലേട്ടോ, വേറൊരു കുടുംബത്തില് 5 ആളുകള് ആത്മഹത്യ ചെയ്തു. ഈ അടുത്ത കാലത്താണല്ലോ നമ്മൾ യുവാക്കന്മാരൊക്കെ വിചാരിക്കണം, അല്ലേ? പ്രണയം, പ്രേമം, സ്നേഹം, കണ്ടപ്പോ തോന്നി, കെട്ടാൻ തോന്നി, കെട്ടിപ്പോ തോന്നി, വേണ്ടാൻ തോന്നി എന്നൊക്കെ കഥ പറഞ്ഞ പോലെ ഒരു കാമിനി ആ കാമുകനെ മാറ്റണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം കൊക്കക്കോളയിൽ വിഷം കൊണ്ട് കൊടുത്തു. അപ്പോൾ കാമുകനത് പിടികിട്ടി, എന്തോ ഒരു രുചി വ്യത്യാസം. ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഷായത്തിൽ കലക്കി കൊടുത്തു, പിടികിട്ടില്ല, ചത്തുപോയി. പാവം. കാമുകന് വിഷം കലക്കി കൊടുക്കുന്ന കാമിനിമാരെങ്ങനെ ഉണ്ടാവുന്നു നമ്മുടെ നാട്ടിൽ? ആ കുട്ടി SSLC-ക്കും +2-നും ഫുൾ A+ ആയിരുന്നു. അയച്ചോ, മാർക്ക് വാങ്ങണം, ഫുൾ A+ വാങ്ങണം. പക്ഷേ എന്തിനു കൂടെ വാങ്ങണം? സ്വഭാവത്തിൽ വാങ്ങണം. കുടുംബത്തിനെ സംരക്ഷിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്, തൊട്ടടുത്ത ജില്ലയല്ല, ഇതിപ്പോ മലപ്പുറം ജില്ലയാണല്ലോ, അല്ലേ? കൂടത്തായി എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു ഇവിടെ. കുടുംബക്കാരെയൊക്കെ കൊന്നിട്ട് സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കി. ഇപ്പൊ ജയിലിലാണ് കിടക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കോടതി പറയും. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നത്. ആലോചിച്ച് നോക്കുക. അച്ഛനെ കൊല്ലുക, അമ്മയെ കൊല്ലുക. ഒരുത്തിയുടെ മേളിൽ പെട്രോളെങ്ങാനും ഒഴിച്ചിട്ട് തീപ്പെട്ടി വരച്ചിട്ട് ഓൻ്റെ മേലേക്കും തീ പിടിച്ചു. അപ്പോൾ അവനെടുത്ത് കണ്ടിച്ചാടി. ഒരാഴ്ചയായിട്ടില്ല. അവനെ പോലീസ് ഇപ്പം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അംശം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബം നശിപ്പിക്കുന്ന സംഗതിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് പാടത്തും പറമ്പിലും, അല്ലെങ്കിൽ പോലീസുകാരനായിട്ടോ അധ്യാപകനായിട്ടോ വർക്ക്ഷോപ്പിലോ തെങ്ങുകയറ്റത്തിനോ ഒക്കെ ആയിട്ടുള്ള തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. വൈകുന്നേരം കൊണ്ടുപോയിട്ട് എന്തൊരു അച്ചടക്കത്തോട് കൂടിയിട്ടാണ് ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യൻ. ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. 670 കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ ഓണത്തിന് കുടിച്ചത് കേരളത്തിലുള്ള ആളുകൾ. ബില്ലുള്ളതാണ്. ബില്ലില്ലാത്ത എത്ര പേരെ എനിക്കറിഞ്ഞൂടാ. ആ വലിയ മഹാരോഗം പടർന്നില്ലേ ലോകം മുഴുവൻ? എന്നിട്ട് തൊഴിലില്ല, കാശില്ല, ജീവിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് നടന്നു. ബിവറേജ് അങ്ങ് ഓപ്പൺ ചെയ്തു. പിറ്റേത്തെ ഓണത്തിന് കിട്ടിയത് 285 കോടി രൂപ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെയാണ് ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ വ്രതങ്ങൾ എടുക്കണം എന്ന് നമ്മൾ പറയുന്നു. മദ്യപിക്കാൻ പാടില്ല, മയക്കുമരുന്നുകൾ പാടില്ല, മാംസം പാടില്ല, മത്സ്യം പാടില്ല. അതുള്ള മധ്യമ പൂജകളുള്ള സ്ഥലമാണ്.
അതിൻ്റെ വിധി അനുസരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ സാത്വിക രീതിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നല്ല ഭക്ഷണം കഴിക്കുക, രോഗങ്ങൾ കുറഞ്ഞിരിക്കും. പിന്നെ KSRTC MD ആയിരുന്ന ഡോക്ടർ B. അശോക് എന്ന് പറയുന്ന ഒരു സാറുണ്ട്, IAS കാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിച്ചു നോക്കുക. പോത്തിറച്ചി കഴിച്ചാൽ, സ്ഥിരമായിട്ട് പോത്തിറച്ചി കഴിക്കുന്നവർക്ക് 25ലധികം രോഗങ്ങൾ വരും. അവരൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സാണ്. പോത്തിറച്ചി കഴിക്കണ്ടെന്നല്ല, സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോൾ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ചേട്ടാ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ചോറുണ്ട്, സാമ്പാറുണ്ട്, എടുക്കട്ടെ എന്ന് ചോദിക്കുക. ഹോട്ടലിൽ എന്താ വേണമെന്ന് ചോദിക്കുക? ബീഫുണ്ട് അല്ലേ? ബീഫ് ഒലത്തിയതുണ്ട്, ഇടിച്ചതുണ്ട്, പൊടിച്ചതുണ്ട്, ജീവനോടുള്ള ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പറയും. പിന്നെ ഷവർമ്മയുണ്ട്, വേറെന്തൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ, ഗുബൂസോ മന്തിയോ എന്തൊക്കെയാണ് മുളകിൻ്റെയൊക്കെ പേര്? ഭക്ഷണത്തിൻ്റെ കഴിക്കണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. കഴിക്കണം. ഒന്നിച്ച് അമ്മയും അച്ഛനും മക്കളെല്ലാം കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ മന്തി കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്ഥിരമായിട്ട് ഇത് കഴിച്ച് ശീലിച്ച് മറ്റൊന്നും കഴിക്കാത്തൊരവസ്ഥ വരും. ബേക്കറി സാധനങ്ങൾ മാത്രം കഴിക്കുന്ന കുട്ടികൾ ഓർമ്മശക്തി കുറയും, മറ്റു ഭക്ഷണം കഴിക്കില്ല, വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാനാണ് നമ്മൾ പഴയകാലം മുതൽ പറഞ്ഞത്. നമ്മുടെ ആചാരങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മൾ വ്രതം സ്വീകരിക്കണം. തിങ്കളാഴ്ചയാവാം, ചൊവ്വാഴ്ചയാവാം, ബുധനാഴ്ചയാവാം, വ്യാഴാഴ്ചയാവാം, വെള്ളിയാഴ്ചയാവാം, ശനിയാഴ്ചയാവാം, ഞായറാഴ്ചയാവാം. എല്ലാ ദിവസവും ഭാരതീയർക്ക് ഏത് ദിവസം വേണമെങ്കിലും വ്രതം എടുക്കാം. മാസത്തിൽ വരുന്ന വ്രതങ്ങളുണ്ട്, തിരുവാതിര പോലെയുള്ള എല്ലാ മാസത്തിലും തിരുവാതിര വ്രതങ്ങൾ സ്വീകരിക്കാം. ഏകാദശികൾ എല്ലാ മാസത്തിലും വരുന്നുണ്ട്, അതെടുക്കാം. വർഷത്തിലൊരിക്കലുള്ള ഗുരുവായൂർ ഏകാദശി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായിട്ട് നമ്മൾ കണ്ട് ആചരിക്കുന്നതും, വർഷത്തിലൊരിക്കൽ മഹത്തായിട്ട് നമ്മൾ കരുതുന്ന തിരുവാതിരയൊക്കെ ഉണ്ട്, അതും ആചരിക്കാം. ഇങ്ങനെ കൊല്ലത്തിലൊരിക്കലെങ്കിലും ആചരിക്കാം. അത്യാവശ്യം വ്യായാമം, രാവിലെയോ വൈകുന്നേരമോ കുറച്ച് നടക്കാൻ ഇറങ്ങുക, എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യുക. പണ്ട് വീട്ടിലൊക്കെ ഒലക്കിയ അമ്മിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ടോ മോളെ? വിരൽ കളിക്കാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അമ്പ അത്ഭുതമാണല്ലോ, ഇപ്പൊ കാണാനില്ല. കണ്ടിട്ടുണ്ടോ അയാള്? സത്യമാണോ എന്നറിയാം, ഉണ്ടില്ലേ? ചിലപ്പോ ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ആരും കാണില്ല. എന്നിട്ട് വല്ല കാഴ്ച ബംഗ്ലാവിലൊക്കെ മൃഗങ്ങളെ കാണാൻ പോകുന്ന പോലെ വല്ല മ്യൂസിയത്തിലൊക്കെ പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് കാണണം. അവിടെ കാണിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. ഇതാണ് ഒരല്. പണ്ട് നിന്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ ഇതിനകത്താണ് നെല്ല് കുത്തിയിരുന്നത്. അതെയോ? എന്തൊരു കഷ്ടപ്പാടല്ലേ കണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു യന്ത്രത്തിൻ്റെ ഹള്ളറിലേക്ക് വായിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നെല്ല് മുറിക്കാൻ ഇല്ലേ, കൊയ്യാൻ യന്ത്രമുണ്ട്, അതിൻ്റെ പുല്ല് ചുരുട്ടാൻ യന്ത്രമുണ്ട്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിനും യന്ത്രമുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൊബൈലിലൂടെ എത്ര ദൂരെയുള്ള ആളുകളെയൊക്കെ സംസാരിക്കാം, വാട്സപ്പിലൂടെ സംസാരിക്കാം, പൈസ അയച്ചു കൊടുക്കാം. എന്തെല്ലാം സംവിധാനമാണ്, പലതുമുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും പ്രാണനും ഗുണം ചെയ്യുന്ന ചിലത് നമ്മൾ നിലനിർത്തണം. വെറും യാന്ത്രിക ലോകത്തിലേക്ക് പോകുമ്പോഴാണ് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ടെൻഷനും എന്നെ ബാധിക്കാറില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ടെൻഷനും ഇല്ല അല്ലേ, പിന്നെ ശമ്പളവും ഇല്ല. പക്ഷെ എന്തുണ്ട്? ടെൻഷൻ ഉണ്ട്, സ്ട്രെസ്. മോഡേൺ സയൻസ് പറയാണ് മാനസിക സമ്മർദ്ദം. എന്താ ചെയ്യാ എന്ന് വിചാരിക്കുക, എന്താണെന്നറിയില്ല, ഒരു അസ്വസ്ഥത, സ്ട്രെയിൻ, പിരിമുറുക്കം. ഇതാണ് ദേഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒറ്റ വഴിയേ ഉള്ളൂ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തോളൂ. പറ്റുന്നില്ല. വെറുതെ നിങ്ങൾ ക്ഷേത്രത്തിന് അകത്തളത്തിലോ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല പാറപ്പുറത്തോ ഒരു കുന്നിന്റെ മണ്ടയിലോ നല്ല കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയിരുന്നാലും മതി. നേരെ ധ്യാനനിരതമായി 'ഇരുന്നിട്ട് ഈശ്വരനൊന്നും വിശ്വാസം വേണമെന്നൊന്നും പറയുന്നില്ലേ.
ശ്വസനക്രിയ ചെയ്താൽ മതി. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, മൂക്കിലൂടെ ശ്വാസം വിടുക. ഒരു 10 തവണ ചെയ്താൽ ചെറിയ തലവേദന വരെ മാറും. ഇന്ന് ഭക്ഷണത്തിന് പകരം മരുന്ന് കഴിക്കുന്നവരായിട്ട് പ്രത്യേകിച്ച് കേരളീയർ മാറിയിരിക്കുകയാണ്. കാരണം ഭക്ഷണം കഴിച്ച് രോഗികളായി, ഭക്ഷണം കഴിച്ചിട്ട് രോഗികളായി. ഡോക്ടർമാരുടെ അടുത്ത് എന്ന് ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഇന്നലെ എന്താ കഴിച്ചതെന്ന് ചോദിക്കും. അവർക്ക് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഭക്ഷണം കുറയ്ക്കണം, നിയന്ത്രിക്കണം, കനം കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്, നിങ്ങളെ കാല് വളഞ്ഞു പോകും, മുട്ടിന് വേദന വരും, നടക്കാൻ പറ്റില്ല. മുട്ടുള്ളവനൊക്കെ മുട്ടുവേദനയുണ്ട്. ടോയ്ലറ്റ് പോലും ഇരിക്കുന്നത് ഇങ്ങനെയാ, സ്വസ്ഥമായിട്ടിരിക്കുക ടോയ്ലറ്റ്. അവിടുന്ന് പോണ കൃഷ്ണകുട്ടി, ഞാനേ ഒരു മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ടോയ്ലറ്റ് കുത്തിരിക്കാൻ ആടെ ഇരുന്നിട്ട് TV കാണുന്നു, അവിടെ ഒന്നും വിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഇരുന്നിട്ട് ന്യൂസ് കാണുന്നു, അവിടുന്ന് പത്രം വായിക്കുന്ന ശീലം ഉണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടാ. നമ്മളെ കുടുംബത്തിലല്ല കേട്ടോ, മനുഷ്യന്മാരുടെ അവസ്ഥ പറയാം. പണ്ട് ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ വീടുകളിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഒക്കെ യൂറോപ്പിലാണ്. യൂറോപ്പിൽ ഇരുന്നിരുന്ന് കാലിന്റെ മുട്ട് വളയാതെയായി. ഒന്ന് ഇരുന്നിട്ട് ഇപ്പൊ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചോ, എവിടെയെങ്കിലും പുല്ലുപായ വിരിച്ചിട്ട് അതിലിരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എത്ര പേര് എഴുന്നേക്കാൻ പറ്റാണ്ടാവും എനിക്കറിഞ്ഞു. പ്രായമുള്ളൊരു പോട്ടെ, കുട്ടികൾ വരെ എഴുന്നേക്കില്ല. ഞാനാണ്ടിരിക്കില്ല, എന്താ എണീക്കാൻ പറ്റാണ്ടായിരുന്നു. ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഹെർണിയ ഉണ്ടാവില്ല, കുടലിറക്കം. ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചാണ്, നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കും. പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ശക്തി കിട്ടും. പാൻക്രിയാസ് ഗ്രന്ഥിക്ക് പവർ വന്നാൽ, അവിടെ മസിൽ പവർഫുൾ ആയി കഴിഞ്ഞാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ചമ്രം പടിഞ്ഞിരുന്ന് ദിവസവും ഭക്ഷണം കഴിച്ചാൽ എന്തുണ്ടാവില്ല? ഷുഗറിന്റെ പ്രശ്നം വരില്ല. നമ്മൾ പഴയ കല്യാണത്തിനൊക്കെ പന്തിരി വിരിച്ചിട്ട് അതിലായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലേ? വീടുകളിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ, അമ്പലത്തിൽ പരിപാടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒക്കെ കസാരയാക്കി. മുട്ടുവേദന, കഴുത്തുവേദന, തലയിണ വെച്ച് മാത്രമേ കിടന്ന് ഇത്ര കട്ടിയുള്ള തലയിണയൊക്കെ 2 തലയിണയൊക്കെ വെച്ചിട്ട് അതിലേക്ക് കഴുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റേ ഏതോ സിനിമയിലും അല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വെച്ചോട്ടെ നടക്കേണ്ടി വരും. കോളറൊക്കെ ഇട്ടിട്ട് കഴുത്തിനിങ്ങനെ പട്ട കെട്ടിയിട്ട് കഴുത്തുവേദന, പുറം വേദന, നട്ടല് വേദന, നടുവേദന, നടത്തം കുറഞ്ഞു, ബൈക്കിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു, കാറിൽ മാത്രം സഞ്ചരിക്കുന്നു, നടുവേദന ഉറപ്പാണ്. കട്ടിയുള്ള കിടക്കയിൽ കിടക്കുക. മുൻകാലത്തൊക്കെ അമ്മമാർക്കൊക്കെ ഓർമ്മയുണ്ടാവും, മുതിർന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഓർമ്മയുണ്ടാവും. പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് ആ അമ്മയെ കിടത്തിയിരുന്നത് പലകക്കട്ടിലില്, പറ്റുമെങ്കിൽ 40 കട്ടിൽ എന്നാ പറയാ. അത്തി ഇത്തി ആല് കരയാല് അതിന്റെ പലക കൊണ്ടുള്ള കട്ടില് മുകളില് വെറും സാധാരണ കോസടി വിരിച്ചിട്ടാണ് കിടക്കുക. ഒരു തരത്തിലുള്ള ഞരമ്പ് സംബന്ധമായ രോഗങ്ങളും ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ നടുവേദനയും കഴുത്തുവേദനയായിട്ടൊക്കെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഒന്നുകില് കട്ടിലിന്റെ മുകളിലേക്ക് കാല് വെച്ചിട്ട് തല കീഴായിട്ട് എന്താ കഴുത്തിന് വെയിറ്റ് കിട്ടുന്നു. നല്ല പരിപാടിയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് റെഡിയാക്കി കൊണ്ടുവരണം ഞരമ്പിനെ. എന്നിട്ട് പറയും കട്ടിയുള്ള കിടക്ക വെക്കരുത്. അപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി. നല്ല വെള്ളം വീട്ടിൽ കിട്ടാണ്ടോ? നല്ല വെള്ളം. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്ന ആളുകളുണ്ടോ? ഇല്ല. മോളെ കിണർ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഈ ആള് എന്താ ആര്യ അനില ആനി ആനില
അനില. എന്തായാലും ഞാൻ പേരൊക്കെ പറഞ്ഞു തന്നെ. കുട്ടികളോട് ചോദിക്കും നമുക്ക് നല്ല വെള്ളം ഇവിടുന്ന കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പറയും ടാപ്പിൽ നിന്നാണ്. അവരെ ടാപ്പ് മാത്രമേ ഉള്ളൂ, ടാപ്പ് തുറക്കുന്നു വെള്ളം കിട്ടുന്നു. എന്തോ ഒരു അത്ഭുതമായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ഭൂമിയിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്, അല്ലെ കിണറിൽ നിന്നാണ്, അല്ലെ കുളത്തിൽ നിന്നാണ്, അല്ലെ പുഴയിൽ നിന്നാണ്. പുഴ കണ്ടിട്ടുണ്ടോ? പുഴയിൽ ചാടി നീന്തി കുളിച്ച് കുളത്തിൽ നീന്തി, വീടിനൊക്കെ കുടുംബങ്ങൾക്ക് തറവാട്ട് കുളം ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഉണ്ടോ? തറവാട്ട് കുളം ഉണ്ടായിരുന്നു. എന്ത് പരിപാടി വന്നാലും കുളിക്കും. ആദ്യം കുളിക്കും, വൈകുന്നേരം കുളിക്കും, ചിലപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ ആകുമ്പോൾ അതിന് ഇടയ്ക്കൊന്ന് കുളിക്കും. നമ്മളെ ഈ ആചാരത്തിലൊക്കെ കണ്ടില്ലേ, വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ കുളിച്ചു വന്നിട്ട് കർമ്മങ്ങൾ ചെയ്ത് അവരെയും കുളിപ്പിച്ച് അല്ലേ, ആ ഡെഡ് ബോഡിയെ കുളിപ്പിച്ച് എന്നിട്ട് അത് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് കുളിച്ച് വന്നിട്ട് പിന്നെ വീട്ടിൽ കയറുള്ളൂ. ദിവസം 2 നേരം കുളിക്കും. പിന്നീട് 16 ദിവസം ലളിതമായ ഭക്ഷണമേ കഴിക്കുള്ളൂ. ഓരോരോ ആചാരങ്ങളെ 16 ദിവസം പുറേ കുത്തിരിക്കുക, വേറെ ഒരു പണിയില്ലെന്ന് ചോദിച്ചു. കൊറോണ വന്നപ്പോൾ അതിന് ക്വാറന്റൈനിന് പേര് കൊടുത്തിരുന്നല്ലോ. ഇതേ ആചാരമാണ് സാധനം. വീട്ടിലാർക്കെങ്കിലും ചുമയോ പനിയോ വന്നാൽ പുറത്തിറങ്ങരുത്. 15 ദിവസം വീട്ടിലിരുന്നോളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുക. പിന്നെ ചെവിയിൽ കുടിക്കുകയുള്ളൂ. ലിപ്റ്റിക് ഇടണ്ട, പൗഡർ ഇടണ്ട, പല്ല് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഉള്ള അവസ്ഥയായി അല്ലേ? അപ്പം ക്വാറന്റൈൻ എന്ന് പറയുന്നതല്ലേ നമ്മുടെ കൊലയാചാരം? ആണോ? അപ്പൊ കൊലയാചാരം വേണ്ടേ? നമുക്ക് പഴയ കാലത്ത് അറിയില്ല എന്ത് അസുഖം വന്നിട്ടാണ് അച്ഛൻ മരിച്ചതെന്നറിയില്ല, അമ്മൂമ്മ മരിച്ചതെന്നറിയില്ല. അപ്പൊ നമ്മുടെ മുതിർന്ന പിതൃപിതാമഹന്മാർ പറഞ്ഞ് പുറത്തു പോകരുത്. എന്താണ്? എന്തെങ്കിലും അസുഖം വന്നിട്ടാണ് മരിച്ചതെങ്കിൽ ആ രോഗം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക്, അടുത്ത വീട്ടുകാരൊക്കെ ഉണ്ടാവും, കുടുംബത്തിൽ വേറെ ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് സ്വന്തക്കാർ മാത്രം ഇവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർ പോവുക. 5 ദിവസം കഴിഞ്ഞാൽ അവരെ അഗ്നിശുദ്ധി വരുത്തിയിട്ടുള്ള ആ കുടിമാടത്തിൽ നിന്ന് ബാക്കിയായിരിക്കുന്ന എല്ലും ആ ചിതാഭസ്മവും ഒക്കെ എടുക്കും. എന്നിട്ട് അതും കൊണ്ടുപോയിട്ട് വളരെ ദൂരെ കയങ്ങളിൽ എവിടെയെങ്കിലും നിമജ്ജനം ചെയ്യും. ഇതിനാണ് ഇവിടെ നാളെ കിണർ ഒഴിക്കണം, ഇവിടെ വേറെ ആളുകൾക്ക് വീട് വെക്കേണ്ടി വരും, ഇവിടെ കൃഷി ഇറക്കേണ്ടി വരും. എല്ലും തലയോടെയൊന്നും ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഭാരതീയർ അഗ്നിശുദ്ധി വരുത്തി പൂർണ്ണ വളർച്ചയെത്തിയ ആളുകൾ മരിച്ചാൽ അഗ്നിശുദ്ധി വരുത്തണം. എല്ലാം എടുത്ത് സഞ്ചയന കർമ്മത്തിലൂടെ മാറ്റിക്കളയണം. 16 ദിവസം വീട്ടിലിരിക്കണം. 41 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഏതെങ്കിലും വിശേഷ ചടങ്ങുകൾക്ക് പോകാവൂ. എന്ത് ശാസ്ത്രമാണ് ഇതിനുള്ളതെന്ന് മനസ്സിലായോ? നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും രോഗം വരാതിരിക്കാൻ, ദുരന്തമുണ്ടാവാതിരിക്കാൻ, നമ്മുടെ മനസ്സ് സ്വസ്ഥമാവാൻ. നമുക്കിഷ്ടമുള്ള ഒരു കൂട്ടുകാരൻ മരിച്ചു, നമ്മൾ വണ്ടിയെടുത്ത് പോകരുത്. വേറൊരാളോട് പറയാ, എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ വെച്ചിട്ടുള്ള വാടാ നീ വണ്ടി ഓടിച്ചോ, ഞാൻ അതിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. ഞാനങ്ങനെ ചെയ്യുന്നുള്ളൂ. ഞാൻ തൃശ്ശൂരിൽ നമ്മുടെ ഒരു ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ, വയനാട്ടിലുള്ള ഒരു കൂട്ടുകാരൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ മരിച്ചു. ഞാൻ ഉടനെ സ്കൂളിലെ ഡ്രൈവറോട് പറഞ്ഞു ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ വരണം. ഒന്ന് മാനേജറോട് ഞാൻ പറയാം. മാനേജർ പറഞ്ഞാൽ ആയിക്കോട്ടെ മാഷെ. ഞാൻ പറഞ്ഞു നീ വിട്ടാൽ മതി വണ്ടി. എന്താ മാഷക്ക് വണ്ടി വിട്ടാൽ? ഈ കുഴപ്പമൊന്നുമില്ല, ഞാൻ വണ്ടി വിടുന്നില്ല. നമ്മുടെ മനസ്സിലെന്തായിരിക്കും? അവൻ എങ്ങനെ മരിച്ചു, എപ്പം മരിച്ചു, എന്താ ചെയ്യാൻ ആണ്, അവിടെ കൂട്ടുകാരുണ്ടാവില്ലേ, അവർ പല ചിന്തകളായിരിക്കും. വാഹനം ഓടിക്കരുത്. നമ്മൾ ഉടനെ കണ്ടില്ലേ മരണ വീടുകളിലേക്ക് വണ്ടി എടുത്തു പോകുന്നു, അപ്പോഴാണ് അത് വേറെ വണ്ടിക്ക് പോയി ഇടുന്നത്. അപ്പൊ സ്വന്തക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സ്വസ്ഥമാവണം. നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അവരോട്, സ്വസ്ഥമാവുന്നത്. ആ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 16 ദിവസം വീട്ടിലിരിക്കുന്നത്. അന്ധവിശ്വാസമല്ല അത്. പ്രാർത്ഥിക്കുന്നു. എന്തിനാ കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇടയ്ക്ക് ഒരാളോട് പറഞ്ഞു കൊടുത്തിരിക്കുക, ഒരു ഭാരതീയ ആചാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയോട് വേറൊരാൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്,
ഇങ്ങനെ കൈ ചേർത്തിട്ട് തൊഴുത് കൂപ്പി പിടിക്കരുത്. വൃത്തികെട്ട കൈയാണ് ഇടത്തെ കൈ. അതിനോട് ഭക്ഷണം കഴിക്കുന്ന കൈ ചേർന്ന് കഴിഞ്ഞാൽ വൃത്തികേടാണ്. അതുകൊണ്ട് ഒരിക്കലും കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആചാരം ശരിയല്ല. മനസ്സിലായോ? വഴിതെറ്റിച്ച് വിടുക ആളുകളെ. അപ്പൊ അവരും വിചാരിക്കും ശരിയാണല്ലോ, വലത്തെ കൈ എന്തിനു ഉപയോഗിക്കുന്നു, ഇടത്തെ കൈ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചു പോകും. ഈ കൈകൾ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് കണ്ണ് കൂപ്പി നിൽക്കുമ്പോൾ കൃത്യമായ രക്തചംക്രമണം ഉണ്ടാവും. സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിക്കണം. തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഇപ്പൊ നല്ല നട്ടുച്ച സമയമാണ്. സമയത്രയാണ്. എല്ലാവരും ഒന്ന് തമ്മിൽ തൊടാതെ ഒന്ന് നേരെ ഇരിക്കും. സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കും. എല്ലാവരും ഇരിക്കുന്നവരൊക്കെ ഒന്ന് നേരെ നോർന്ന് നട്ടലൊക്കെ നോക്കി ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കും. എന്നിട്ട് ധ്യാനമുദ്ര, ജപമുദ്ര, സ്വസ്തിക എന്നൊക്കെ നമ്മൾ പറയുന്നു അല്ലേ, യോഗമുദ്ര. അങ്ങനെ കുറച്ച് വിട്ടു ഈ മുദ്രയിൽ കൈയൊന്ന് കാൽമുട്ടിൽ വെക്കുക. രണ്ട് കൈകളൊന്ന് കാൽമുട്ടിൽ വെക്കുക. എല്ലാവരും ഒന്ന് ചെയ്തോളൂ. എന്ത് മാറ്റം ഉണ്ടാവും നോക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് സാവധാനത്തിൽ കണ്ണടയ്ക്കുക. എല്ലാവരും ചെയ്തു കണ്ണടച്ചു. മറ്റിലൊക്കെ നിവൃത്തിയിരുന്ന് കണ്ണടച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ശബ്ദത്തിലേക്ക് മാത്രം, അധികം ആരും സംസാരിക്കാതെ ശ്രദ്ധിക്കുക. കുട്ടികളോ മറ്റുള്ളവരെ സംസാരിക്കാതെ, മൊബൈലുകൾ അധികം റിങ് ചെയ്യാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് സമയം മാത്രം. ഒരു ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു നോക്കുക. ആ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചിട്ട് മൂക്കിലൂടെ മാത്രം ശ്വാസമെടുത്ത് നന്നായിട്ട് മൂക്കിലൂടെ തന്നെ ശ്വാസം അയക്കുക. 1 ഇൻ എന്ന് പറയുമ്പോൾ അത് ചെയ്യുക, 1 ഔട്ട് എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കുക. 1 ഇൻ ശ്വാസം എടുക്കുന്നു, 1 ഔട്ട് ശ്വാസം കളയും. 2 ഇൻ, 2 ഔട്ട്, 3 ഇൻ, 3 ഔട്ട്, 4 ഇൻ, 4 out, 5 in, 5 out, 6 in, 6 out, 7 in, 7 out, 8 in, 8 out, 9 in, 9 out, 10 in, 10 out. എല്ലാവരും തൻ്റെ കാൽപാദങ്ങൾ മാത്രം കാണുന്നതായിട്ടൊന്ന് കൽപ്പിക്കുക. കണ്ണു തുറക്കാതെ തൻ്റെ കാലുകൾ, അവരവരുടെ കാലുകൾ മാത്രം, കാൽപാദങ്ങൾ മാത്രം കാണും. കാൽപാദങ്ങളെ ഒഴിവാക്കിയ കാലുകളുടെ മുകളിലേക്കുള്ള ഭാഗം മാത്രം കാണുന്നു. മുട്ടുവരെ കാണുന്നു. കാൽമുട്ട് വരെ മാത്രം കാണുന്നു. പാദങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാൽമുട്ടുകൾ വരെയുള്ള സ്ഥലങ്ങൾ കാണുന്നു. കണങ്കാലിൻ്റെ ആ കാൽമുട്ടിന് മുകളിലേക്ക് അരക്കെട്ട് മാത്രമുള്ള ഭാഗങ്ങളെ മാത്രം കാണുന്നു. അതിന് താഴേക്ക് നിങ്ങൾ കാണുന്നേയില്ല. അതിനെ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. അരക്കെട്ടിന് മുകളിലേക്കുള്ള ശരീരഭാഗം കഴുത്തുവരെയുള്ളത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിനെ കണ്ട് അതിനെയും നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. നിങ്ങളൊരു തല മാത്രമാണ്. നിങ്ങളുടെ തലയിൽ നിങ്ങൾ ചെവിയും മൂക്കും കണ്ണുമെല്ലാം നിങ്ങൾ ഒഴിവാക്കുന്നു. നിങ്ങൾ ആ തലയോടിയും അതിനകത്തുള്ള തലച്ചോറും മാത്രമാണ്. നിങ്ങൾ ആ തലയോടിയെയും ഒഴിവാക്കിയിരിക്കുന്നു. തലച്ചോറിനകത്തൊരു കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ബോധം മാത്രമാണ് നിങ്ങൾ. ആ ബോധത്തെ മാത്രമാണ് നിങ്ങൾ അറിയുന്നത്. നിങ്ങൾ ആ ബോധമാണ്. ആ ബോധമേയുള്ളൂ, മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളുമില്ല. തലച്ചോറും നിങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നിങ്ങൾ ആ കോൺഷ്യസ് മാത്രമാണ്. നിങ്ങളുടെ ബോധം മാത്രമാണ്. ആ ബോധത്തിൽ നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ മുമ്പിലൊരു കറുത്ത ബോർഡ്, ഒരു ബ്ലാക്ക് ബോർഡ് കാണുന്നു. ആ ബ്ലാക്ക് ബോർഡിലേക്ക് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ, നിങ്ങളെ വിഷമിപ്പിച്ച, നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ കഷ്ടപ്പെടുത്തിയ, നിങ്ങളെ ഇഷ്ടപ്പെടാതെ ദുരന്തപ്പെടുത്തിയ, വേവലാതിപ്പെടുത്തിയ, നിങ്ങൾക്ക്
ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ, നിങ്ങൾക്ക് നാട് വിടണമെന്ന് തോന്നിയ, ജീവിതം ദുഃഖമാണെന്ന് തോന്നിയ, നിങ്ങൾ വേണ്ട എന്ന് തോന്നിയ ആ ഒരു ഏതെങ്കിലും സന്ദർഭത്തിലെ ഒരു അനുഭവത്തെ നിങ്ങൾ ആ ബ്ലാക്ക് ബോർഡിലേക്ക് കുത്തി നിറച്ച് വരയ്ക്കുക. എന്തെങ്കിലും ഒരു അനുഭവത്തെ അതിലേക്ക് നിങ്ങൾ ആവഹിച്ചെടുക്കുക. കണ്ണുകൾ തുറക്കാതെ ആ ബ്ലാക്ക് ബോർഡിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, ആ ബ്ലാക്ക് ബോർഡിനെ പൂർണ്ണമായിട്ടും ഒന്ന് കണ്ടുകൊണ്ട്, ആ അനുഭവത്തെ ഒന്ന് സ്വയം സാക്ഷാത്കരിച്ച് ആവഹിച്ചുകൊണ്ട്, അതിന് 4 വശങ്ങളും മുറിച്ച് ചെറുതാക്കി മാറ്റിയിട്ട് ആ ബ്ലാക്ക് ബോർഡിനെ ഒരു കോളേജ് നോട്ട്ബുക്കിന്റെ വലുപ്പത്തിലേക്ക് ആക്കുക. അനുഭവങ്ങളെല്ലാം അതിനുള്ളിൽ തന്നെ ഒതുക്കി നിർത്തുക. ആ കോളേജ് നോട്ട്ബുക്കിന്റെ വലുപ്പത്തിലുള്ള ബ്ലാക്ക് ബോർഡിലേക്ക് അനുഭവങ്ങളെ ഒതുക്കി നിർത്തുക. അതിന് വീണ്ടും ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് അതിന് വീണ്ടും 4 വശങ്ങളും മുറിച്ച് മാറ്റിയിട്ട് ഒരു സ്കൂൾ ഡയറിയുടെ വലുപ്പത്തിലേക്ക് മാറ്റുക. അതിനെ വീണ്ടും ഒന്നുകൂടി മുറിച്ച് മാറ്റി 4 വശവും മാറ്റിയിട്ട് നിങ്ങൾ അതിനെ ഒരു റേഷൻ കാർഡിൻ്റെ വലുപ്പത്തിലേക്ക് മാറ്റുക. വീണ്ടും അതിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിന് 4 വശവും ഒന്നുകൂടെ മുറിച്ച് മാറ്റിയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ വലുപ്പത്തിലേക്ക് മാറ്റുക. കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. അനുഭവങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അനുഭവങ്ങൾ തിക്കിക്കൂടി അത് ചെറുതായി വരികയാണ്. അതിന് വീണ്ടും 4 വശങ്ങൾ മുറിച്ച് മാറ്റിക്കൊണ്ട് നിങ്ങൾ ഒരു സ്റ്റാമ്പിൻ്റെ വലുപ്പത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ആ സ്റ്റാമ്പ് നിങ്ങൾ പതുക്കെ അതെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ വെറും ബോധം മാത്രമാണ്, നിങ്ങളുടെ ബോധമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ കൂരിരുട്ടായിരിക്കുന്ന ഒരു ഇടവഴിയിലൂടെ ആരുമില്ലാത്ത, എതിരായിട്ട് ആരും വരാനില്ലാത്ത ഏതോ കാട് പിടിച്ച ഒരു വഴിമധ്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൂരെ കത്തിപ്പറന്ന് ആളിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കുണ്ഠം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ആ തീക്കുണ്ഠത്തിലേക്ക് നിങ്ങളുടെ ഈ ദുഃഖകരമായ അനുഭവത്തെ നിങ്ങൾ നിക്ഷേപിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അത് പൊട്ടിച്ചതറി കത്തിപ്പാളി നിങ്ങളെ പേടിപ്പെടുത്തിയേക്കാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഭയപ്പെടാതെ, നിങ്ങൾ ഞെട്ടിത്തെറിക്കാതെ അതിനെ പതുക്കെ ആ തീയിലേക്ക് അങ്ങ് നിക്ഷേപിക്കുന്നു. കണ്ണു തുറക്കാതെ 2 കൈകളും നന്നായിട്ട് കൂട്ടിത്തിരുമ്പുക. എന്നിട്ട് ആ കൈകൾ കൊണ്ട് കണ്ണിലേക്ക് വെക്കുക. എന്നിട്ട് പതുക്കെ കണ്ണ് തുടയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കണ്ണുകൾ കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ്പുക. എന്നിട്ട് മുഖത്ത് വെച്ച്, കണ്ണിൽ വെച്ച് പതുക്കെ വിരലുകൾക്കിടയിലൂടെ നോക്കിക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊരു കൈകൂപ്പിൽ നമസ്തേ കൊടുക്കുക. നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ സമയത്ത്. നമ്മളൊരു ബോധം മാത്രമാണ് നമ്മൾ അതിലേക്ക് വിശ്വസ്തമാകുന്നത്. ചെറിയൊരു മെഡിറ്റേഷൻ, അവയർനെസ് സീക്വൻസി ടെക്നിക്ക് എന്നൊക്കെയാണ് സൈക്കോളജിയിൽ പറയുന്നത്. AET മെഡിറ്റേഷൻ. നമ്മളൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട്, നല്ല അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട്, ഒരു ടീച്ചറോട് ചോദിച്ചിട്ട്, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ, ആ വീടിൻ്റെ അന്തരീക്ഷം, അതാണ് ഭവനം എന്ന് പറഞ്ഞത്. ആ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ഭാഷണം എങ്ങനെയായിരിക്കണം ചിന്തിക്കുക, നമ്മുടെ ഭക്ഷണം എങ്ങനെയായിരിക്കണം ചിന്തിക്കുക, നമ്മുടെ വസ്ത്രം ഇത്തരത്തിലുള്ളതായിരിക്കണം ചിന്തിക്കുക. അങ്ങനെ ഭവനം, ഭാഷണം, ഭൂഷണം, ഭക്ഷണം, നമ്മുടെ ഭജനം, നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം ചിന്തിക്കുക. നമ്മുടെ ഭ്രമണം, നമ്മുടെ ചുറ്റുപാടുകളോട് നമുക്കുള്ള, അടുത്ത വീട്ടുകാരോടുള്ള നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുക. ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്കിടാതെ, ചീത്ത പറയാതെ, അമിതമായിട്ട് നിയന്ത്രിക്കാതെ, ചർച്ച ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചാലോ വെറുതെ വിട്ടാലോ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. മറിച്ച് നിയന്ത്രണത്തോടു കൂടിയുള്ള ഒരു ഏകോപനം. അങ്ങനെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുക. നിങ്ങളിന്ന് ഈ ഭാരതത്തിന് മാത്രം പഠിച്ചാൽ മക്കളെ, ഇവിടെ ഇരിക്കുന്ന മക്കൾ കേട്ടാൽ നല്ലതാണ്. 143 കോടി ജനങ്ങളുള്ള ഏറ്റവും വലിയ ജനത, ഏറ്റവും കൂടുതൽ ജനതയുള്ള രാഷ്ട്രമാണ് ഭാരതം. ഈ ഭാരതത്തിൽ 23% യുവതീയുവാക്കന്മാരാണ്. 143 കോടിയിൽ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടാതെ നമ്മൾ ധ്യാനനിരതമായൊരു ജീവിതം സ്വയം സൃഷ്ടിച്ചെടുത്താൽ നമുക്ക് നേടാൻ പറ്റാത്ത മേഖലകളില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അബ്ദുൽ കലാമിനെ പോലെ, മലാല യൂസഫ്സായിയെ പോലെ, ബുദ്ധനെ പോലെ, യേശുദേവനെ പോലെ, വിവേകാനന്ദനെ പോലെ, അബ്ദുൽ കലാമിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കോൺസെൻട്രേഷനിലൂടെ, നമ്മുടെ ശ്രദ്ധയിലൂടെ നമുക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റും.
ലോകം മുഴുവൻ അറിയപ്പെടുന്നവരായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുകൾ വരണം. നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരൊറ്റയാൾക്ക് മാത്രമേ കഴിയൂ, അത് നമുക്ക് മാത്രമേ. നമ്മളെ ജയിപ്പിക്കാനും ലോകത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അച്ഛനിലൂടെയാണ്, അമ്മയിലൂടെയാണ്, അധ്യാപകരിലൂടെയാണ്. ചേട്ടൻ കാരണമാണ്, അനിയൻ കാരണമാണ്, പെങ്ങള് കാരണമാണ്, ചേച്ചി കാരണമാണ്. അല്ല, നമ്മൾ കാരണമാണ് നമ്മൾ നമ്മളായി മാറുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എവറസ്റ്റ് കീഴടക്കാൻ പോയ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലരിയും അവരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചരിത്ര കഥ. ടെൻസിംഗ് നോർഗെ, എഡ്മണ്ട് ഹിലരി 12 തവണ എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പക്ഷെ അവർ പിന്മടങ്ങിയില്ല. നോർഗെ, ടെൻസിംഗ് ഒരു ദിവസം എവറസ്റ്റിനോട് തിരിഞ്ഞു നിന്ന് ഭ്രാന്തമായിട്ട് പറയുന്നുണ്ട്, എവറസ്റ്റ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് വളരാൻ കഴിയില്ല, നീ വെറും ഒരു കൊടുമുടിയാണ്, ഒരു മലയാണ്. ഞാൻ മനുഷ്യനാണ്, എനിക്ക് വളരാൻ കഴിയും, അതുകൊണ്ട് ഞാൻ നിന്നെ കീഴടക്കും. 13ാമത്തെ തവണ അയാൾ കീഴടക്കും എവറസ്റ്റ്. ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ, ആത്മധൈര്യം നഷ്ടപ്പെടാതെ, ആത്മാർത്ഥതയോടെ ആത്മാനുഭവങ്ങൾ ഉണ്ടാക്കാനുള്ള അനുഭവ സമ്പത്തുമായി പോകുന്ന ആളുകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. നമ്മൾ ജനിച്ചത് നമ്മൾ പോലും അറിയാതെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു വിധിയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് ഈ ലോകത്തിൽ പലതും ചെയ്യാനുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളെ, ഇന്ന് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഇരിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, യുവാക്കന്മാർ, യുവതികൾ. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലല്ല, നിങ്ങളുടെ നാട്ടിൽ, ഈ ഗ്രാമത്തിലല്ല, ഈ രാഷ്ട്രത്തിലല്ല, ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മേഖലയിൽ നിങ്ങളുടെ പേര് ആലേഖനം ചെയ്യപ്പെടും. ഉറപ്പാണ്, ആലേഖനം ചെയ്യപ്പെടും. അതിന് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ എന്തു വേണം, എന്തു വായിക്കണം, എന്തു പഠിക്കണം, ആരുടെ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കണം. ഏത് മഹാന്മാർ, ഏത് ലോകത്തിൽ, എവിടെ, ഏത് ജാതിയിൽ, മതത്തിൽ, വർഗത്തിൽ, വർണ്ണത്തിൽ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ ജനിച്ചവരായാലും മഹത്വമുള്ള ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. അവരുടെ എല്ലാം കഥകൾ മനസ്സിലാക്കിയിട്ട് അവരുടെ കഷ്ടപ്പാടുകൾ എന്തായിരുന്നു, അതിനെ അവരെങ്ങനെ അതിജീവിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ട് തകർക്കാനുള്ളതിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയമല്ല, സ്വയം തോറ്റുകൊടുക്കലാണ്. എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ആ കഷ്ടപ്പാടിനെ നേരിട്ടുകൊണ്ട് ഞാനിങ്ങനെ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നു എന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അവനെ കണ്ടുപഠിക്കുകയും അവളെ കണ്ടുപഠിക്കുകയും എന്ന് ആളുകൾ പറയുന്നു. അങ്ങനെയുള്ളൊരു കാലത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ യാദൃച്ഛികമായിട്ട് എന്നെ സുമാരേട്ടൻ ഇവിടെ വിളിച്ചു വരുത്തി. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് നല്ലതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയരുത്. പ്രത്യേകിച്ച് വരുന്ന തലമുറ പ്രാർത്ഥനാനിരതമായ മനസ്സോട് കൂടിയിട്ട് ഈ ലോകത്തിൽ നിങ്ങളുടെ സേവനവും സ്നേഹവും ത്യാഗവും സമർപ്പണവും ആവശ്യമാണ്. വെറും സ്വാർത്ഥതയോടെ ജീവിക്കാനുള്ളവരല്ല മനുഷ്യർ. മറ്റെല്ലാ ജീവികൾക്കും എല്ലാ തരത്തിലുമുള്ള ശാന്തിയും സമാധാനവും കൊടുക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ഉപനിഷത്തും വേദങ്ങളും ഒക്കെ അതാണ് പറയുന്നത്, സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്നാണ് പറയുന്നത്. ആ ശാന്തി മന്ത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.